സെക്യൂരിറ്റി അനാലിസിസ് ഈ ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് സെക്യൂരിറ്റി എന്താണെന്നുള്ളതാണ്. പക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ പൈസ പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം അല്ലേ? ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്താണ്? റിട്ടേൺ ആണ്. പക്ഷെ റിട്ടേണിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ക്യാപിറ്റൽ. അതായത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ നഷ്ടപ്പെടരുത്, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ നമുക്ക് നല്ല വരുമാനം കിട്ടണം. ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകൾ. ഒന്ന് പ്രോപ്പർ റിട്ടേൺ ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ്, രണ്ട് എന്താണ് അതിന്റെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ. ഇത് രണ്ടും ഒരുമിച്ച് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? അത് പണം പോയാലും കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് മാത്രം കിട്ടിയാൽ മതി എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേ അല്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എനി കൈൻഡ്. യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ എനി പ്ലേസ്, അസറ്റ്, ഏത് അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിന്റെ നിങ്ങൾ സെക്യൂരിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സെക്യൂരിറ്റി എന്നുള്ള ഡെഫിനേഷൻ സ്ക്രായിലാണ് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ H സ്ക്രായിലാണ് സെക്യൂരിറ്റീസിനെ കുറിച്ച് പറയുന്നത്. ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ സെക്യൂരിറ്റീസ്, ഹൗ ടു അനലൈസ് വെദർ ദിസ് പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് പ്രൊട്ടക്ടിങ് യുവർ ക്യാപിറ്റൽ ആസ് വെൽ ഗിവിംഗ് യു പ്രോപ്പർ റിട്ടേൺ. ഹൗ ടു ഇൻവെസ്റ്റ്, ഇതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അതിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാ നോക്കേണ്ടതെന്നും വരുമാനം എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്നും എപ്പോഴാണ് അത് വിൽക്കേണ്ടതെന്നും മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെക്യൂരിറ്റി അനാലിസിസ് എന്നുള്ള ടോപ്പിക് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ഇതാണ്, കൺസെപ്റ്റ് ആണ്. അതിൽ സെക്യൂരിറ്റീസിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ട് എന്താണ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസും ഒന്ന് ടെക്നിക്കൽ അനാലിസിസും. ഫണ്ടമെന്റൽ അനാലിസിസിനെ മുഴുവനും അതിന്റെ ഒരു ക്രിസ്പ് പറഞ്ഞിട്ട് നമ്മൾ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, റേഷ്യോസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം ആ കമ്പനി ഫ്യൂച്ചറിലേക്ക് പോകുമെന്ന് അവരുടെ ബിസിനസ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നു. Understanding the strength of the company, the way in which the company is being managed, the way in which the company is making profit, the way in which company is able to develop value for their asset or the wealth creation, ഇതൊക്കെ നോക്കിയിട്ടാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്നത്. എന്നാൽ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആണ്. ഒരു പർട്ടിക്കുലർ സമയത്ത് ഈ സെക്യൂരിറ്റി എങ്ങനെയാണ് ബിഹേവ് ചെയ്തിരിക്കുന്നത്, ഈ ബിഹേവിയർ തുടർച്ചയായിട്ട് ഈ ബിഹേവിയർ സെക്യൂരിറ്റീസിനുണ്ടോ, ഉണ്ടെങ്കിൽ ആ ബിഹേവിയർ ആണ് ആ സെക്യൂരിറ്റിയുടെ ബിഹേവിയർ എന്ന് നമ്മളങ്ങ് മനസ്സിലാക്കുന്നു. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ ചില ആൾക്കാർ, ഞാൻ ജനറൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ആള് എന്ന് വിശ്വസിക്കപ്പെടുന്നത് അമ്മയും ഏറ്റവും റഫ് ആയിട്ട് ആള് എന്ന് വിശ്വസിക്കപ്പെടുന്ന അച്ഛനുമാണ്. അതായത് ഈ ചങ്ങാതി അനാവശ്യമായിട്ട് വർത്തമാനം പറയില്ല, അയാൾ ദേഷ്യപ്പെടും ഇടയ്ക്ക്, ഇയാള് മുഖൂർത്തിയിട്ട് എപ്പോഴും ഉണ്ടാവുക, ഇങ്ങനത്തെ തോന്നലൊക്കെ ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. ഓരോരുത്തരുടെ വീട്ടിലും ഡിഫറെന്റ് ആയിരിക്കാം കേട്ടോ. അപ്പൊ അവര് സാധാരണ സംസാരിക്കുകയൊന്നുമില്ല. അത് എന്താ വേണ്ടതിന് അത് പൈസ എന്നൊക്കെ ചോദിച്ചാളേയും, ഇങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, അത് അയാളുടെ ബിഹേവിയർ ആണ്. അതിനെ നമ്മൾ എന്താ പറയുക, ടെക്നിക്കൽ അനാലിസിസ് ആണ്. അദ്ദേഹത്തിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്? അദ്ദേഹം ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുള്ള ആളാണോ, നിങ്ങൾ നന്നാവണം എന്ന് വിചാരിച്ചാണോ അദ്ദേഹം ഇത് ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മുഖറൂർത്തിൽ എങ്ങനെ നമ്മൾക്ക് ഗുണമായിട്ട് മാറും, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. അതായത് ഒരു നമ്മൾ പറയില്ലേ, ഇപ്പൊ ടൈറ്റാനിക് പരാജയപ്പെട്ടതിന്റെ കാരണം എന്താണ്, ടൈറ്റാനിക് മുങ്ങാനുള്ള കാരണം എന്താണ്? അവർ ചെയ്തത് ടെക്നിക്കൽ അനാലിസിസ് ആണ്, നോട്ട് ഫണ്ടമെന്റൽ അനാലിസിസ്. നമ്മൾ ജീവിതത്തിൽ എവിടെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ടൈറ്റാനിക് എന്തുകൊണ്ടാണ് മുങ്ങിയത്? ഒരു ഷിപ്പ് ഇങ്ങനെ വെള്ളത്തൂടെ പോകുന്ന സമയത്ത് മുകളിൽ കുറച്ച് ഐസ്ബർഗ് കാണുകയും ആ ഐസ്ബർഗ് അത്ര തന്നെ ഉണ്ടാവുള്ളൂ, അത് ഫ്ലോട്ടിംഗ് ആണെന്ന് വിശ്വസിക്കുകയും അതിനെ ഫണ്ടമെന്റലി അതിന് താഴത്തേക്ക് ഐസ്ബർഗ് ഒരു ഐസ് മൗണ്ടൻ ആയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കുകയും ആ ഐസ്ബർഗിലേക്ക് കൊണ്ടുപോയി ഇടിച്ച് കയറുകയും ചെയ്തതുകൊണ്ടാണ് ടൈറ്റാനിക് മുങ്ങുന്നത്. അപ്പൊ അവിടെ എന്താ ടൈറ്റാനിക് ചെയ്തത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. കാരണം ഐസ്ബർഗ് സാധാരണ വെള്ളത്തിന് മുകളിൽ പാറിക്കിടക്കുകയാണ് പതിവ്. ആ പാറിക്കിടക്കുന്ന ഐസ്ബർഗുകളെ ഷിപ്പ് ഇടിച്ചു കഴിഞ്ഞാൽ ഷിപ്പിന്റെ മുമ്പിൽ ഒരു ചക്രം അങ്ങനെ കാണാൻ പ്രൊപ്പല്ലർ പോലെ സാധനം തിരിയുന്നുണ്ടായിരിക്കും. അത് പൊടിച്ചു കളയും. അപ്പൊ അത് ഒരിക്കലും എന്തുണ്ടാവില്ല, അത് മുമ്പിലേക്ക് പോകുന്നതിനും മുമ്പിലുള്ള പ്രശ്നങ്ങൾ നീക്കുന്നതിനും സഹായിക്കും. അപ്പോൾ ഒരിക്കലും അത് മുങ്ങാൻ സാധ്യതയില്ല എന്ന് ക്യാപ്റ്റന് പറ്റിയിട്ടുള്ള ഒരു തെറ്റായ അസംഷൻ, ദ ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റലി അനലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ടൈറ്റാനിക് മുങ്ങിയത്.
തുടങ്ങിയത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പരാജയപ്പെടാനുള്ള കാരണം അത് ടെക്നിക്കൽ അനലൈസിസ്, അതായത് ഇമോഷണൽ സബ്ജക്ട് എടുത്താൽ പെട്ടെന്ന് ആൾക്കാർ കാണുമെന്നൊരു വിചാരം, അത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. പക്ഷേ ഇമോഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ ഇവർ പരാജയപ്പെട്ടു. ടാറ്റ മോട്ടോഴ്സിന്റെ അല്ലെങ്കിൽ മാരുതി ഉദ്योग ലിമിറ്റഡിന്റെ ഷെയറിന്റെ പ്രൈസ് കഴിഞ്ഞ 6 ദിവസമായിട്ട് മുകളിലേക്കാണ് പോകുന്നത്. ഇത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ എന്തുകൊണ്ടാണ് 6 ദിവസമായിട്ട് മുകളിലേക്ക് പോകുന്നത്, ഇത് തുടർച്ചയായിട്ട് പോകാൻ സാധ്യതയുണ്ടോ, അതിന്റെ ബേസിക് റീസൺ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് എന്ത്, ഫണ്ടമെന്റൽ അനാലിസിസ്. സോ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഫണ്ടമെന്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, സെക്യൂരിറ്റി അനാലിസിസ്. ഇത് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. സിമ്പിൾ ഇൻ ദ സെൻസ്, ഞാൻ ഇപ്പോൾ ആരോട് പറഞ്ഞതാണ്, ദിസ് എക്സാമിനേഷൻ ഈസ് ടഫ് ഫോർ ദ പീപ്പിൾ ഹു ആർ ട്രൈങ് ടു റൈറ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എഴുതാൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഈ എക്സാമിനേഷൻ എന്നും ടഫാണ്, ഇനിയും ടഫായിരിക്കും. എന്നാൽ ഈ പഠിക്കുന്ന കാര്യം എന്താണ് എന്ന് ആലോചിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക്, അതായത് തിങ്കിങ്, കോമൺ സെൻസിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്ക് ഇത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈസി ആയിരിക്കും. കാരണം ആ ടെക്സ്റ്റിലുള്ള വാക്കുകൾ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളുടെ വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് അറിയുന്നത് നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4ാം ക്ലാസ്സിലെ കുട്ടി ഒരു പദ്യം ചൊല്ലാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്ന സമയത്ത് ആ പദ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് ആ കുട്ടി അവിടേക്ക് കയറുന്നത് എങ്കിൽ ആ കുട്ടിയെ പെട്ടെന്ന് മെമ്മറി ലോസ് ആയി കഴിഞ്ഞാൽ ആ പദ്യം അവിടെ നിർത്തുകയും കുട്ടി കരയുകയും ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പദ്യം ചൊല്ലൽ ബൈ ഹാർട്ട് ചെയ്യില്ല. അതേസമയം ആ കുട്ടിയെ പദ്യം പഠിച്ചാണ് പോയതെങ്കിൽ, അവർ എൻജോയ് ചെയ്തിട്ടാണ് അത് പാടുന്നതെങ്കിൽ, ഒരു വരി പെട്ടെന്ന് വിട്ടുപോയാൽ പോലും അവർക്ക് അത് ആലോചനയില്ല, ആ എൻജോയ്മെന്റിന്റെ ഫീലിൽ അയാൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലൈൻ ഓർമ്മ വരികയും അവിടെ നിന്ന് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദയവ് ചെയ്ത് സ്ട്രെസ് എടുക്കാതിരിക്കുക, നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്തിനാണ് ഞാനിത് പഠിക്കുന്നത് മനസ്സിലാക്കുക. ഒരു 1% കമ്പനി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചാരിറ്റി കമ്പനി ഒഴിച്ച് വേറെ ഏത് കമ്പനിയായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയണം. എന്താണ് 1% കമ്പനി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, ഒരു ഡയറക്ടറേ ഉണ്ടാവുള്ളൂ, മിനിമം ഒരു ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം, ഒരു മെമ്പറേ ഉണ്ടാവുള്ളൂ. ഇതിന് നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയാക്കി മാറ്റുകയാണെങ്കിൽ 2 ഡയറക്ടർ വേണം, മിനിമം 2 മെമ്പർ വേണം, വേണ്ടയോ, 200 കൂടുതൽ മെമ്പർ ആകാൻ പാടില്ല. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും റെസൊല്യൂഷൻസ് പാസ്സാക്കണം. ആരുടെ പെർമിഷൻ വേണം, MCയുടെ പെർമിഷൻ വേണം, ബോർഡ് മീറ്റിംഗ് നടത്തണം, ജനറൽ മീറ്റിംഗ് നടത്തണം, പുതിയ സർട്ടിഫിക്കറ്റ്, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ വളരെ സിമ്പിൾ പ്രോസസ്സാണ്. പക്ഷേ ഇഫ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദിസ് വേ, ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെയാണ് പറയണേ, അല്ല, ഇഫ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദിസ് വേ, നിങ്ങൾ എന്താ ഉണ്ടാവുക, നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കും. ഫസ്റ്റ് 1 ബോർഡ് റെസൊല്യൂഷൻ, 2 ജനറൽ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, MJT 14, പിന്നെ INC 6, പിന്നെ INC 27, പിന്നെ ആർട്ടിക്കിൾസ്, പിന്നെ മെമ്മോറാണ്ടം. ഓക്കെ, ഇതിൽ എഴുതി ഒന്നാൾ വിട്ടാണ്ടല്ലോ, ബാക്കിയൊന്നും നമുക്ക് കിട്ടില്ല, ആ മാലയിലത്തെ ഒരു കന്നി അങ്ങ് പോകും. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. ഇത് വളരെ സിമ്പിളായ ടോപ്പിക്കാണ്, സെക്യൂരിറ്റി അനാലിസിസ്. ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റിസോഴ്സസ്, പണം നമ്മൾ ഇപ്പൊ കമ്മിറ്റ് ചെയ്യുന്നു, കറണ്ട് ആയിട്ട് കമ്മിറ്റ് ചെയ്യുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഫ്യൂച്ചറിൽ ധാരാളം ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ്. അതായത് ഒരു ഇൻവെസ്റ്റർ അയാളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ മറക്കുകയും ഭാവിയിലെ വരുമാനത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഹീസ് ഫോർഗോയിങ് ദ പ്രസന്റ് യൂസേജ് ഓഫ് മണി. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഹീസ് ഫോർഗോയിങ് പ്രസന്റ് യൂസേജ് ഓഫ് മണി ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്. അതല്ലേ നമ്മൾ ചെയ്യണേ. ഇന്ന് മസാല ദോശ വാങ്ങാനുള്ള പൈസ വേണ്ടെന്ന് വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പൊ രാകേഷ് ജുൻജുൻവാലയ്ക്ക് 5000 രൂപ അയാളുടെ കയ്യിലുള്ള സമയത്ത് ആ 5000 രൂപകളിലേക്ക് എന്ത് വേണമെങ്കിൽ വാങ്ങാമായിരുന്നു. അത് വേണ്ടെന്ന് വെച്ച് അത് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ അയാളെ നമ്മൾ ഇന്ന് ഓർക്കുന്നത്, ആണോ അല്ലേ? അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ധീരുഭായ് അംബാനി എന്ന് പറയുന്ന വ്യക്തി ഒരു പെട്രോൾ ബങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പെട്രോൾ ബങ്കിന്റെ മാനേജറോ അല്ലെങ്കിൽ ആ പെട്രോൾ ബങ്കിന്റെ ഉടമസ്ഥനോ ആകാൻ ഡ്രീം ചെയ്യായിരുന്നെങ്കിൽ ഇന്ന് റിലയൻസ് ഇല്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, യു ആർ ഫോർഗോയിങ് ദ പ്രസന്റ് ബെനിഫിറ്റ്സ്, പ്രസന്റ് യൂസേജ് ഓഫ് മണി ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്. ഇതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഏത് ഫോമിലും ആകാം, ഏത് തരം അസറ്റിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ജ്വല്ലറി, കമോഡിറ്റി, റിയൽ എസ്റ്റേറ്റ്, എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റികൾ വാങ്ങിയിട്ട് അത് ഭാവിയിൽ കയറും എന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങി വെക്കുകയും ആ കമ്പനിയുടെ പെർഫോമൻസ് വളരുന്നതിനനുസരിച്ചിട്ട് വരുമാനം കിട്ടുകയും ചെയ്യാം. Okay,
ദെൻ ദെർഫോർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിക്കുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ലേണിംഗ് ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് സെക്യൂരിറ്റിയിലെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആകാം? ഷെയർ ആകാം, ഡെപ്റ്റ് ആകാം, ഇത് രണ്ടും സെക്യൂരിറ്റിയാണ്. ദെൻ അണ്ടർസ്റ്റുഡ് ടു ബി ഡെറ്റ് ഓർ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ ഫേം ഇൻ ലി ഓഫ് ദ ഫണ്ട്സ് റേസ്ഡ് ബൈ ഇറ്റ് ടു മീറ്റ് ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം റിക്വയർമെന്റ്. ഒരു കമ്പനിയുടെ ദീർഘകാല അല്ലെങ്കിൽ ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഡെപ്റ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് പണം റേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഷെയറിൽ അല്ലെങ്കിൽ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. സോ ധാരാളം പ്രോപ്പർട്ടികൾ among the many properties that distinguish real from the financial asset are liquidity and marketability. There are two types of asset. One is real asset like properties, building അല്ലെങ്കിൽ land, ഇതുപോലത്തെ റിയൽ അസറ്റ്. Then financial asset എന്ന് പറഞ്ഞാൽ it is denoted by the financial content, ഷെയർ, ഡെറ്റ് എന്നുള്ളത്. ഇത് രണ്ടിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് one of the main difference is like liquidity ആണ്. എന്താ ലിക്വിഡിറ്റി? ഒരു സ്ഥലം, ഒരു റിയൽ അസറ്റ് വിൽക്കാൻ അതിൻ്റെതായിട്ടുള്ള സമയം ആവശ്യം വരും. അതേസമയം ഫിനാൻഷ്യൽ അസറ്റിന് ഇന്ന് എങ്ങനെയുണ്ട്? വളരെ റെഡി മാർക്കറ്റ് അവൈലബിൾ ആണ്. ഒരു ഷെയർ വിൽക്കാൻ നിങ്ങൾക്ക് എത്ര സമയം? റിലയൻസ് ഒരു 10,000 ഷെയർ ഉണ്ട്. എത്ര സമയം വേണം നിങ്ങൾക്ക്? മാക്സിമം 10 seconds. അതേസമയം നിങ്ങളുടെ കയ്യിൽ 10 സെന്റ് സ്ഥലമുണ്ട്. വിൽക്കാൻ എത്ര സമയം വേണം? എത്ര വേണം സോണറ്റെ? ചിലപ്പോൾ ഒരു 6 മാസം, 1 കൊല്ലം, 2 കൊല്ലം എടുക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ലിക്വിഡിറ്റി വെൻ യു ആർ ലുക്കിംഗ് റിയൽ അസറ്റും ഫിനാൻഷ്യൽ അസറ്റും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ലിക്വിഡിറ്റിയിലാണ്. വൺ ഓഫ് ദ മെയിൻ ഇതെന്ന് ലിക്വിഡിറ്റിയിലാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കാശായിട്ട് കൺവേർട്ട് ചെയ്യുക. ഫിനാൻഷ്യൽ അസറ്റ് കമ്പാരിറ്റീവ്ലി വെരി ഈസി ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ്, അൺലൈക്ക് ഈ റിയൽ അസറ്റ്. ദെൻ മാർക്കറ്റബിലിറ്റി എന്ന് പറയുമ്പോഴും ഈ ഫിനാൻഷ്യൽ അസറ്റ് ഈസ് വെരി ഈസി ടു മാർക്കറ്റ് ആൻഡ് കമ്പയറിംഗ് ടു റിയൽ അസറ്റ്. So this features makes the financial asset one of the attractive for investors. ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര അട്രാക്റ്റീവ് ആണ് എന്ത്? റിയൽ അസറ്റ്. സ്വർണം വാങ്ങാൻ ഇത്രയും വില കൂടുകയാണെങ്കിൽ ഇപ്പം സ്വർണം വാങ്ങാതെ ആൾക്കാർ ഷെയർ വാങ്ങും. എന്തുകൊണ്ടാണ്? ഈ സ്വർണം വാങ്ങുന്നത് ഭയങ്കര ഈസിയാണ്, പക്ഷെ വിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടയിൽ പോയാൽ ആൾ ചോദിക്കുന്ന 100,000 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയണം, എന്നാൽ മാത്രമേ നമുക്കത് വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു സെൽ ഗോൾഡ്. അതൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഒരു ജ്വല്ലറിയിൽ നിന്ന് കൊണ്ടൊരു ഗോൾഡ് വിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയുന്ന ഒരാളവിടെ ഉണ്ടായിരിക്കണം. അയാൾ ഒരിക്കലും നിങ്ങൾക്ക് ഫുൾ ക്യാഷ് തരാൻ തയ്യാറാവില്ല. അയാൾ പറയാം നിങ്ങൾ സ്വർണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങളോട് പറയാം. അയാൾ ഹി വിൽ ട്രൈ ഹിസ് ലെവൽ ബെസ്റ്റ് ടു കൺവേർട്ട് ദാറ്റ് ഗോൾഡ് ഇൻ ടു എ ന്യൂ ഗോൾഡ്. ഹി വിൽ നെവർ ഗിവ് യു ക്യാഷ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് വെരി ടഫ്. അപ്പോൾ റിയൽ അസറ്റ് മാർക്കറ്റബിലിറ്റി ആണെങ്കിലും ലിക്വിഡിറ്റി ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ടഫാണ്. അതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഷെയർ മാർക്കറ്റൊക്കെ ഇങ്ങനെ കയറുന്നു എന്ന് പറയുന്നത്. ദെൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു ഇൻവെസ്റ്റർ എടുക്കുന്ന സമയത്ത് അയാൾക്ക് ഏറ്റവും ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഷെയറിലാണോ, ബോണ്ടിലാണോ, ബുള്ളിയൻ ബുള്ളിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡ് അല്ലെങ്കിൽ പ്ലാറ്റിനം അല്ലെങ്കിൽ സിൽവർ പോലത്തെ പ്രഷ്യസ് മെറ്റൽസ് എന്നൊക്കെയാണ് ബുള്ളിയൻ എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റർ മസ്റ്റ് ഡിസൈഡ് ദ ടൈം ഹൊറൈസൺ. ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം? എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? എത്ര സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം? എന്ത് റിട്ടേൺ ആണ് അയാൾക്ക് പ്രതീക്ഷിക്കേണ്ടത്? ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആർക്കുണ്ടായിരിക്കണം? ഇൻവെസ്റ്റർക്ക് ഉണ്ടായിരിക്കണം. ഏതൊരു ഇൻവെസ്റ്റർ ആണെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന മുമ്പ് അയാൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് വരുമാനമാണ് അയാൾക്ക് കിട്ടേണ്ടത്, എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഫസ്റ്റ് ഡിസ്കഷൻ നമ്മൾ മനസ്സിലാക്കിയത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺലി അബൌട്ട് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ്മെന്റ്. വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഗോൾഡ്, ഇതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ ഡെഫിനേഷൻ വാട്ട് ഈസ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സെക്യൂരിറ്റി ഈസ് നോട്ട് ജസ്റ്റ് ഷെയർ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. ഷെയർ അല്ല സെക്യൂരിറ്റി, ഷെയർ അടങ്ങുന്ന ധാരാളം സെക്യൂരിറ്റികളുണ്ട്. സോ നമുക്കത് നോക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് എവിടേക്കാണ്? നമ്മൾ സെക്ഷൻ 2H സ്ക്രാ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 സെക്ഷൻ 2 സബ്സെക്ഷൻ Hലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് സെക്യൂരിറ്റീസ്? സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷെയർ, സ്ക്രിപ്പ്, സ്റ്റോക്ക്, ബോണ്ട്, ഡിബഞ്ചർ സ്റ്റോക്ക് ഓർ അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. എന്തൊക്കെയാണ്? ഷെയർ ആകാം, സ്റ്റോക്ക്. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? വാട്ട് ഈസ് സ്റ്റോക്ക്? ഫുള്ളി പെയ്ഡ് സെക്യൂരിറ്റികളുടെ ഒരു ബഞ്ച്, അതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് ഷെയറിന്റെ സ്റ്റോക്ക് എന്ന് ഡയറക്റ്റ്ലി പറയുകയാണെങ്കിൽ ഷെയറിന്റെ സ്റ്റോക്കാണ്. അത് ഡിബഞ്ചർ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. സ്റ്റോക്ക് എങ്ങനെയായിരിക്കില്ല? ഒരു പ്രത്യേക നമ്പർ ഒന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഷെയറിനെ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ആയിട്ട് തരും. അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഷെയർ, സ്റ്റോക്ക്. സ്ക്രിപ്പ് എന്ന് പറഞ്ഞാലും ഷെയർ തന്നെയാണ് അർത്ഥം. സ്ക്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിന്റെ ഒപ്പം കിട്ടുന്ന ഒരു അഡീഷണൽ സ്ക്രിപ്പ് ഉണ്ടായിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നതാണ് സ്ക്രിപ്പ് എന്ന് പറയുന്നത്. ബോണ്ട്, ഡിബഞ്ചർ സ്റ്റോക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആരുടെ? ഒരു ഇൻകോർപ്പറേറ്റഡ് കമ്പനിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റിന്റെയോ.
അപ്പോൾ ഒരു ബോഡി കോർപ്പറേറ്റിന്റെ അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റഡ് കമ്പനിയുടെ ഷെയർ, സ്ക്രിപ്പ്, സ്റ്റോക്ക്, ബോണ്ട്, ഡിബഞ്ചർ സ്റ്റോക്ക് അതുപോലെയുള്ള മറ്റുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇതിനെ സെക്യൂരിറ്റി എന്ന് പറയാം. അത് എന്തൊക്കെ ഉൾപ്പെടും? ഇതിൽ ഡെറിവേറ്റീവ് ഉൾപ്പെടും. ഡെറിവേറ്റീവ് സെക്യൂരിറ്റി എന്താ? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് സെക്യൂരിറ്റി വിച്ച് ഡിറൈവ് ഇറ്റ്സ് വാല്യൂ ഫ്രം ആൻ അണ്ടർലൈയിങ് അസറ്റ്. വേറെ ഏതെങ്കിലും ഒരു സാധനത്തിനുണ്ടാകുന്ന വില വ്യതിയാനത്തിന് ബേസ് ചെയ്തിട്ട് ഇതിന്റെ വില മാറുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഒരു എക്സാമ്പിൾ പറയാം. ഫ്യൂച്ചർ മാർക്കറ്റിലെസ് ഗോൾഡിന്റെ വില കൂടി എന്ന് പറയുന്നു, അല്ലെ? ഈ ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സ്വർണത്തിന്റെ വില കൂടി എന്ന് പറയുന്നു. അപ്പോൾ ഭാവിയിലെ സ്വർണം നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ടാവില്ലല്ലോ, ഒരു പേപ്പർ ഫോമിലായാലും ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡെറിവേറ്റീവ് എന്ന് പറയാം. അതിന്റെ വാല്യൂ എങ്ങനെയാണ് കൂടുന്നത്? അതിന്റെ ഫിസിക്കൽ മാർക്കറ്റിൽ ഗോൾഡിന്റെ വില കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഭാവിയിലെ വില കൂടുമോ ഇല്ലയോ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ കമോഡിറ്റി മാർക്കറ്റിൽ സ്വർണം ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ സ്വർണത്തിലാണോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? അല്ല, അണ്ടർലൈയിങ് അസറ്റ് ആയിട്ടുള്ള സ്വർണത്തിന്റെ വിലയിലുണ്ടാകുന്ന വ്യതിയാനത്തിനെ നമ്മൾ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമോഡിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. വിപ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കാം, കമ്പനിക്ക് ഷെയർ ഉണ്ടായിരിക്കാം. വിപ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ തന്നെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലും ഡെറിവേറ്റീവ് മാർക്കറ്റിലും ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ഈ മാസമോ അടുത്ത മാസമോ അതിനടുത്ത മാസമോ വിപ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ ശ്രമിക്കുന്നു. ആ അസംഷൻ നിങ്ങൾ എന്തിന്റെ മുകളിലാണ് ശ്രമിക്കുന്നത്? അതിന്റെ അണ്ടർലൈയിങ് അസറ്റ് ആയിട്ടുള്ള വിപ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒറിജിനൽ ഷെയറിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിന് ഉണ്ടാകുന്ന സാധ്യത അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഡെറിവേറ്റീവ് മാർക്കറ്റ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുകയാണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെക്യൂരിറ്റി വിച്ച് ഡിറൈവ് ഇറ്റ്സ് വാല്യൂ ഫ്രം ആൻ അണ്ടർലൈയിങ് അസറ്റ്. ദെൻ അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ എന്തായിരിക്കാം? യൂണിറ്റുകൾ അല്ലെങ്കിൽ അതുപോലത്തെ ഇൻസ്ട്രുമെന്റ്. അതായത് ഒരു കളക്റ്റീവ് ഇൻഷുറൻസ് സ്കീം എന്താണ്? മറ്റുള്ളവരിൽ നിന്നും പണം സ്വീകരിച്ച് സെബിയുടെ റെഗുലേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് ആൾക്കാരിൽ നിന്നും പണം സ്വീകരിച്ച് അത് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുമാനം നിങ്ങൾക്ക് തരുന്നതിനെയാണ് എന്ത്? കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്ന് പറയുന്നത്. അവരുടെ യൂണിറ്റുകളോ സെക്യൂരിറ്റികളോ എന്താണ്? സെക്യൂരിറ്റിയാണ്. ദെൻ സെക്യൂരിറ്റി റെസിപ്റ്റ് എന്താണ്? സെക്യൂരിറ്റി റെസിപ്റ്റ് അണ്ടർ സർഫേസി ആക്ട്. നമ്മുടെ എന്താണ് സർഫേസി ആക്ട് പറയുന്നതാണ്? സെക്യൂരിറ്റൈസേഷൻ ആൻഡ് അസറ്റ് റീകൺസ്ട്രക്ഷൻ, അല്ലെ? സെക്യൂരിറ്റൈസേഷൻ ആക്ട് പ്രകാരം ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി റെസിപ്റ്റ്. അതുപോലെ എന്താണ്? മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റുകൾ. ഇതൊക്കെ എന്താണ്? സെക്യൂരിറ്റികളാണ്. ഗവൺമെന്റ് സെക്യൂരിറ്റികളും എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് സമയാസമയങ്ങളിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസും എന്താണ്? സെക്യൂരിറ്റി ആയിട്ട് കണക്കാക്കും. ദെൻ ഈ സെക്യൂരിറ്റി, മുകളിൽ പറഞ്ഞ സെക്യൂരിറ്റികളിൽ നിങ്ങൾക്കുള്ള അവകാശവും എന്താണ്? സെക്യൂരിറ്റിയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ചിന് ഇത് 3 ആയിട്ട് തരംതിരിക്കുകയാണ്. 1 ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റികൾ, 2 ഗവൺമെന്റ് സെക്യൂരിറ്റികൾ, 3 അതിന്റെ മുകളിലുള്ള അവകാശങ്ങൾ. ഷെയറുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഷെയർ, സ്ക്രിപ്പ്, സ്റ്റോക്ക്, ഡിബഞ്ചർ, ബോണ്ട്, ഡിബഞ്ചർ സ്റ്റോക്ക്, അതുപോലെയുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആരുടെ? ഇൻകോർപ്പറേറ്റഡ് കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റിന്റെ. ഇതിൽ ഏതൊക്കെ ഉൾപ്പെടും എന്നാ പറഞ്ഞ്? ഡെറിവേറ്റീവ് ഉൾപ്പെടും. പിന്നെന്താ പറഞ്ഞ്? കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ യൂണിറ്റുകൾ ഉൾപ്പെടും. പിന്നെന്താ പറഞ്ഞ്? സെക്യൂരിറ്റി റെസീറ്റ് ഇഷ്യൂഡ് അണ്ടർ സർഫേസി ആക്ട്, സെക്യൂരിറ്റൈസേഷൻ ആക്ട് പ്രകാരം ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റി റെസീറ്റുകൾ. പിന്നെന്താ പറഞ്ഞത്? യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഗവൺമെന്റ് സമയാസമയങ്ങളിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. പിന്നെന്താ പറഞ്ഞത്? ഈ പറഞ്ഞ സെക്യൂരിറ്റികളിൽ നിങ്ങൾക്കുള്ള അവകാശം, താല്പര്യം, ഇതൊന്നതാണ് എന്തുവാണ്? സെക്യൂരിറ്റി ആയിട്ട് കണക്കാക്കും. സോ ഒരു വ്യക്തി എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? ഒരു വ്യക്തി വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ അസറ്റിന്റെ വില കയറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ലാഭം ഉണ്ടാക്കുക മാത്രമായിരിക്കില്ല ലക്ഷ്യം. ലാഭം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമായിരിക്കില്ല ലക്ഷ്യം. ഹി മേ ബി ലുക്കിംഗ് ഫോർ വെൽത്ത് മാക്സിമൈസേഷൻ ആൾസോ. ദർ ആർ സം ഇൻവെസ്റ്റ്മെന്റ് വെർ യു ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ഫോർ ഇമ്മീഡിയറ്റ് റിട്ടേൺ, യു ആർ ഇൻവെസ്റ്റിംഗ് ഫോർ എ ലോങ് ടേം അപ്രീസിയേഷൻ. ഇപ്പൊ ലാൻഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ, നമ്മൾ അതിൽ നിന്ന് തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ടും ചക്ക കിട്ടാൻ വേണ്ടിയിട്ടാണോ പണം ഇൻവെസ്റ്റ് ചെയ്യണേ? അല്ല. ലാൻഡിൽ ഇൻവെസ്റ്റ് ആൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ദീർഘകാലത്തിൽ അയാളെ കയ്യിൽ മുകളിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതേസമയം ഞാൻ തെങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ, ഒരു ലാൻഡിൽ മുകളിൽ തെങ്ങുണ്ട്, തെങ്ങാണ് എൻ്റെ ബേസിക് ഇൻവെസ്റ്റ്മെന്റ് എങ്കിലോ തേങ്ങയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നിങ്ങളുടെ ഒബ്ജക്റ്റ് ആകാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമല്ല സാധാരണ ഒബ്ജക്റ്റ്. എന്തുണ്ടായിരിക്കാം? പ്രോഫിറ്റ് മാക്സിമൈസേഷനും ക്യാപിറ്റൽ അപ്രീസിയേഷനും, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷനോ ആയിരിക്കാം. ഓക്കെ. ദെൻ ഇൻവെസ്റ്റർ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത്
ഈ പണം അദ്ദേഹം മറ്റുള്ള അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തുമാത്രം വരുമാനം കിട്ടും എന്നതിനെ ആദ്യം അയാൾ അനലൈസ് ചെയ്യുന്നു. അതിനുശേഷമാണ് അയാൾ എന്ത് ചെയ്യുന്നത്, അയാൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡയറക്ട്ലി പോയിട്ട് ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ് ചെയ്യില്ല. അയാൾ ആദ്യം എന്ത് ചെയ്യും, അയാൾ ഇവിടെ പോകുമ്പോൾ അവിടെ റിട്ടേൺ റിസ്ക് അനലൈസ് ചെയ്യുന്നു. അതുപോലെ അയാൾക്ക് കിട്ടാനുള്ള അയാളുടെ മുമ്പിലുള്ള ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയുടെയും റിസ്ക് റിട്ടേൺ അനാലിസിസ് നടത്തുന്നു. എന്നിട്ട് അതിൽ ഏതാണോ ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ അങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുക. അതായത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ റിസ്ക് റിട്ടേൺ അനലൈസ് ചെയ്യുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞേ. റിസ്ക് റിട്ടേൺ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുക? 1 സെക്യൂരിറ്റി അയാൾ കൺസിഡർ ചെയ്യുന്നു, 2 ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യുന്നു, 3 ഈൽഡ് കൺസിഡർ ചെയ്യുന്നു. എന്താണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ? സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അടച്ച പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയെയാണ് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ആണ് എന്ത് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ മറ്റുള്ള നമ്മൾ ഓരോന്നിൻ്റെയും നമ്മൾ സെക്യൂരിറ്റി നോക്കുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റികൾ, ഉദാഹരണം നമ്മൾ ഷെയർ ആണ്, ബോണ്ട് ആണ് എന്നൊക്കെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഗിവിങ് എൻ എക്സാമ്പിൾ. ഇപ്പോൾ ഷെയർ ആണ് എന്ന് കരുതുക. ഷെയറിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഭയങ്കര കൂടുതലാണ്, റിട്ടേൺസ് ഫ്ലക്ച്വേഷനും ഭയങ്കര കൂടുതലാണ്, ഗ്യാരണ്ടി റിട്ടേൺസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം നമ്മളൊരു കമേഴ്ഷ്യൽ പേപ്പർ ആണ് എന്ന് കരുതുക. ഇന്നലെ നമ്മൾ പറഞ്ഞ ടോപ്പിക്കാണ് കമേഴ്ഷ്യൽ പേപ്പർ. ഒരു കമേഴ്ഷ്യൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ 30 ദിവസം മുതൽ 180 ഡേയ്സ് വരെ ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? എത്ര ദിവസം മുതൽ എത്ര ദിവസം വരെയാ? ഇന്നലെ പറഞ്ഞു ഞാൻ 90 ഡേയ്സ് മുതൽ 180 ഡേയ്സ് ആണോ, അത് 180 ഡേയ്സ് മുതൽ 6 മാസം വരെ? എത്ര? ഉറപ്പാണോ? 90 ദിവസം മുതൽ 150 ദിവസം വരെ വാലിഡിറ്റി ഉള്ള ഹ്യൂജ് എമൗണ്ട് ആവശ്യം വരുന്ന ഫിക്സഡ് റിട്ടേൺ കൊടുക്കുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കമേഴ്ഷ്യൽ പേപ്പർ. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? അടച്ച പൈസ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരിക്കും, അതിന് എന്തെങ്കിലും തരത്തിൽ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിനോടൊപ്പം എന്തുണ്ടായിരിക്കും, ഒരു ഫിക്സഡ് റിട്ടേണും കിട്ടും. അപ്പൊ ഏതായിരിക്കും റിസ്ക് റിട്ടേൺ അനാലിസിസ് സെക്യൂരിറ്റി വൈസ് ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റുകൾ ഒന്നും പണം നഷ്ടപ്പെടുത്തില്ല. പിന്നെ നമുക്ക് ഏതാണ്ടാവുക? ഗവൺമെന്റ് സെക്യൂരിറ്റികൾ. ഗവൺമെന്റ് സെക്യൂരിറ്റി പറഞ്ഞാൽ എന്താണ്? അവരായിരിക്കും ഗവൺമെന്റ് ആണ്, ഗവൺമെന്റിനെക്കാട്ടിലും കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരാളും ഇല്ല അല്ലെ, പ്രൊട്ടക്ഷൻ കൊടുക്കുക. അപ്പൊ ഗവൺമെന്റ് സെക്യൂരിറ്റികൾ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ഡിബഞ്ചറുകൾ. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ബോണ്ടുകൾ. അത് കഴിഞ്ഞിട്ട് ഏത് വരുള്ളൂ? ഷെയർ. കാരണം ഷെയർ ആണ് ഏറ്റവും കുറവ് സെക്യൂരിറ്റി ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ്. ഏറ്റവും കൂടുതൽ വരുമാനം തരികയാണെങ്കിൽ ആദ്യം ഏതായിരിക്കും? ഷെയർ ആയിരിക്കും. ഏറ്റവും കുറവ് സെക്യൂരിറ്റി ഉള്ള കമ്പനി ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ആണ് ഏറ്റവും കൂടുതൽ വരുമാനം നിങ്ങൾക്ക് തരാം. ഏറ്റവും കുറവ് സെക്യൂരിറ്റി ഏതാണ്? ഷെയർ ആണ്. കാരണം എന്താണ്? നിങ്ങൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി പറയുന്നുണ്ടോ ഏതെങ്കിലും ദിവസം ഇതിന്റെ വില കുറയുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ ഫേസ് വാല്യൂ നിങ്ങൾക്ക് തന്നുകൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ വില തരാം എന്ന് കമ്പനി പറയുന്നുണ്ടോ? കമ്പനി ഇത് പറയുന്നുണ്ടോ? നിങ്ങൾക്ക് വരുമാനം ഇത്ര ശതമാനം വരുമാനം ഞങ്ങൾ തരാമെന്ന് ഗ്യാരണ്ടി ചെയ്യുന്നു എന്ന് കമ്പനി പറയുന്നുണ്ടോ ഷെയറില്? ഇല്ല. അങ്ങനെ ഒരു ഗ്യാരണ്ടിയും ഷെയറിലില്ല. അതേസമയം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലോ ഡിബഞ്ചറുകളിലോ ബോണ്ടുകളിലോ പ്രിഫറൻസ് ഷെയറിലോ ഒക്കെ ആണെങ്കിലോ അങ്ങനെ ഒരു ഒന്നുണ്ട്. എന്താണ്ട്? നിങ്ങൾക്ക് വരുമാനമെങ്കിലും ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ഫസ്റ്റ് നോക്കുന്നത് ഞാൻ ഇറക്കിയ പൈസ എനിക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയോ ഉണ്ടോ എന്നുള്ളതാണ്. അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെക്യൂരിറ്റി ഉണ്ടാകണം, അത്രമാത്രം അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. അപ്പൊ അതിനാണ് ആ സാധ്യത പറയുന്നത്. അതുപോലെ ട്രഷറി ബോണ്ടുകൾ, ഗവൺമെന്റ് ബോണ്ടുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റികൾ, ഇതൊക്കെയാണ് സെക്യൂരിറ്റി വൈസ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്. പക്ഷേങ്കിൽ ആ ഷെയറിനാണ് ഏറ്റവും കുറവ് സെക്യൂരിറ്റി ഉള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാൻ സാധ്യത എവിടെയാണ്? ഷെയറിനാണ്. ഈ മറ്റുള്ള ബോണ്ടുകളിലേക്ക് എന്താണ്? അവർ പറയുന്ന ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ഷെയറിലേക്കാണെങ്കിൽ മാർക്കറ്റിൽ കമ്പനി ഉണ്ടാക്കുന്ന വരുമാനത്തിനനുസരിച്ചൊരു വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ലിക്വിഡിറ്റി വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര പെട്ടെന്ന് കാശാക്കാൻ പറ്റും? ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും ധാരാളം വരുമാനം തരും, പക്ഷെ എന്ത് ചെയ്യില്ല? നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ തിരിച്ചു കിട്ടണമെങ്കിൽ കുറെ കാലം വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പൊ സെക്യൂരിറ്റിയുടെ ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റർ നോക്കുന്ന ഒരു കാര്യമാണ് എന്ത്? അതിന്റെ ലിക്വിഡിറ്റി. ആ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. കമ്പാരിറ്റീവ്ലി നമുക്ക് സെക്യൂരിറ്റികൾ വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഷെയർ ആണ് ഫാസ്റ്റസ്റ്റ് കൺവേർട്ടബിൾ, ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഷെയർ. അതായത് ഒരു ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ റെഡി മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ മറ്റുള്ള ട്രഷറി ബോണ്ടുകളും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബോണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക? അത് വാങ്ങാൻ ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. സോ കോമൺ സ്റ്റോക്ക് ആണ് ഏറ്റവും കോമൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഷെയർ. കോമൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഷെയർ ആണ് കേട്ടോ.
കോമൺ സ്റ്റോക്ക് ആണ് ദ മോസ്റ്റ് ലിക്വിഡ് ഇൻസ്ട്രുമെന്റ് സിൻസ് ഇറ്റ് ക്യാൻ ബി സോൾഡ് വിതിൻ എ മിനിറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് നമുക്ക് അത് വിറ്റിട്ട് അതിന്റെ കാശ് എടുക്കാൻ നമുക്ക് സാധിക്കും. സോ പല ബോണ്ടുകളും ഹൈലി ഇല്ലിക്വിഡ് ആണ്. നിങ്ങളൊരു ബോണ്ട് ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് അത് വാങ്ങാൻ ആൾക്കാർ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതെന്താണ്, ഹൈലി ഇല്ലിക്വിഡ് ആണ്. അപ്പോൾ ചില സമയത്ത് എന്താണ്, നമ്മൾ ലിക്വിഡിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലിക്വിഡ് ഏതാണ്, ഷെയർ ആണ്. ഏറ്റവും വരുമാനം ഏതിലാണ്, ഷെയറിലാണ്. എന്നാൽ ഏറ്റവും റിസ്ക് ഏതിലാണ്, ഷെയറിലാണ്. അപ്പോൾ നമ്മളിത് അനലൈസ് ചെയ്യണം. ആ റിസ്ക്കും റിട്ടേണും അനലൈസ് ചെയ്ത് എൻ്റെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ചാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. See, at the age of 20, you can take any risk. At the age of 52, I cannot take that much of risk. ശരിയല്ലേ? At the age of 20, you have sufficient time to earn money. അല്ലേ? നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട്. പണം അഥവാ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോയാലും കുഴപ്പമില്ല, you can take risk. But now, no, for me, the time to earn is limited. So, I cannot take risk. ഉണ്ടോ? അപ്പോൾ ഓരോരുത്തരുടെയും റിസ്ക് ആപ്പിറ്റൈറ്റ് ഉണ്ട്, റിസ്ക് റിട്ടേൺ ആപ്പിറ്റൈറ്റ്. അതനുസരിച്ച് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലാണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ദെൻ ഈൽഡ്, മൂന്നാമത്തെ കൺസേൺ എന്താണ്, ഈൽഡ്, വരുമാനം. വരുമാനം ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിങ്ങൾ കൂടുതൽ വരുമാനമാണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കോമൺ സ്റ്റോക്ക് ആണ് നന്നായിരിക്കുക. എന്നാൽ കൂടുതൽ വരുമാനം കിട്ടാനുള്ള സാധ്യത ഏതിലാണ്, കോമൺ സ്റ്റോക്കിലാണ്, ഷെയറിലാണ്. അതേസമയം പ്രിഫറൻസ് ഷെയറിലാണെങ്കിലും ബോണ്ടിലാണെങ്കിലും ഡിബഞ്ചറിലാണെങ്കിലും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഫിക്സഡ് റിട്ടേൺ മാത്രമേ കിട്ടുള്ളൂ. യു ക്യാൻ ഓൺലി കമ്പയർ ദ റിട്ടേൺ ഫ്രം ഡിഫറെന്റ് സെക്യൂരിറ്റീസ്, ദാറ്റ്സ് ഓൾ. പക്ഷേ ഹൈ റിട്ടേൺ കിട്ടാൻ സാധ്യത എവിടെയായിരിക്കും, ഈ കോമൺ സ്റ്റോക്കിലായിരിക്കും. അപ്പോൾ ഹൈലി റിസ്കി, ഹൈലി ലിക്വിഡ്, ദെൻ ഹൈ ഈൽഡ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കോമൺ സ്റ്റോക്ക്. അതുകൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്യണത്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എവരിബഡി ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ഷെയർ മാർക്കറ്റ്. കാരണം അവരിവിടെ എന്താ നോക്കുന്നത്, അവർ സെക്യൂരിറ്റിയേക്കാൾ ഉപരി നോക്കുന്നത് എന്താണ്, അവർ ഈൽഡും ലിക്വിഡിറ്റിയാണ്. എന്താണ് ഈൽഡും ലിക്വിഡിറ്റിയും? പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ പെട്ടെന്ന് വിറ്റ് കാശാക്കാൻ പറ്റും. ഇപ്പൊ എൻ്റെ മോളുടെ കല്യാണത്തിന്റെ പൈസ ഞാൻ ഷെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് ആരോടൊന്നും ചോദിക്കേണ്ട, നേരെ പോയിട്ട് പൈസ എടുക്കാം. അതേസമയം പോസ്റ്റ് ഓഫീസിൽ ഇട്ടാൽ പോലും അയാൾ പറയും നാളെ വരൂ സാർ, ഇന്ന് പറ്റില്ല സാർ, മറ്റന്നാൾ വരൂ സാർ, അയാൾ ഡിലേ ചെയ്യും. എന്നോട് ഒരാളൊന്നും പറയില്ല ഷെയർ മാർക്കറ്റിൽ. സോ കമ്പാരിറ്റീവ്ലി എന്താണ്, ഷെയർ മാർക്കറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഹൈലി റിസ്കി, but it can provide you high liquidity and high return. So here we have a need actually to analyze the risk. കാരണം ഓരോ സ്റ്റോക്കിനും ഓരോ റിസ്ക് ആണ്. ഇപ്പൊ നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കിന്റെ അതേ റിസ്ക് അല്ല നിഫ്റ്റി 50യുടെ പുറത്തുള്ള നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ NSEയിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കിനും ഉള്ളത്. അപ്പൊ കമ്പനി ടു കമ്പനി ഇറ്റ് വാരി. ദെൻ സോ ദർ ഇസ് എ നീഡ്. ഇപ്പൊ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അനാലിസിസ് ഒക്കെ വല്ലതും ചെയ്യണോ, വേണ്ട. ബാങ്കിന്റെ മന എത്ര എഫ് ഡി റേറ്റ്, എത്ര 6%, SBI എത്ര റേറ്റ്, 6.25%, SBI ഇടാം. വേറെ വല്ലതും നമ്മൾ അനലൈസ് ചെയ്യോ, ഒന്നുമില്ല. അതേസമയം നമ്മളൊരു കമ്പനിയുടെ ഷെയറിൽ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസ്ക് ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാം. ആ റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിസ്ക് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനെന്താ പറയുക, റിസർച്ച് ചെയ്യണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള 2 വഴികളെ കുറിച്ച് ആഴ്ച കുറച്ച് മുമ്പ് പറഞ്ഞു. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസും ഒന്ന് ടെക്നിക്കൽ അനാലിസിസും. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്. നമ്മൾ പറയില്ലേ, ഇന്നിപ്പോ ഇത് കണ്ട മഴ പെയ്യാം, ഇത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്, ഇത് ഈ മഴ പെയ്യുന്ന സീസൺ ആണോ, ക്ലൈമറ്റ് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്, എവിടെയെങ്കിലും ന്യൂനമർദ്ദമുണ്ടോ, ഇതിന്റെ അപ്പുറത്തെ ഏരിയയിൽ മഴ പെയ്യുന്നുണ്ടോ, ഇവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ സയന്റിഫിക്കലായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്. ചുമ്മാ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ മഴ പെയ്യും എന്ന് പറയുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട് ചുമ്മാ പറയും റിലയൻസിന് ഷെയർ വാങ്ങിക്കോട്ടോ, നല്ല അടിപൊളിയാണ്. എന്തിന്? ഒരു ബോധവുമില്ല. ബിറ്റ്കോയിൻ വാങ്ങണ പോലെ ബിറ്റ്കോയിൻ വാങ്ങിക്കോ, എന്തിന്? എന്താണ് അണ്ടർലൈങ് അസറ്റ്, എന്ത് ഗ്യാരണ്ടിയാണ്, ഒന്നുമില്ല, ചുമ്മാ. ഇതാണ് നമ്മൾ പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ്. വെറും എന്താ നമ്മൾ കാറ്റുള്ളപ്പോൾ പാറ്റുക എന്ന് പറയും. നമ്മൾ ഈ നെല്ല് പതിര് കളയുന്നത് കാറ്റുള്ളപ്പോഴാണ്. അതുപോലെയാണ് ഇത്. ഒരു എല്ലാവരും നല്ല കാറ്റുണ്ട്, അപ്പൊ ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ നിട്ടുവെക്കാം, വല്ല പതിരുണ്ടെങ്കിൽ പൊക്കോളൂല്ലോ. ഒരു ചാൻസ് എടുക്കുകയാണ്. ഫണ്ടമെന്റൽ അനാലിസിസ് അല്ല. കാരണം RK ദമാനി VST ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് he has not invested by looking on to technical analysis. He has done a fundamental analysis. അതാണ് എന്താണ് വാറൻ ബഫറ്റും രാകേഷ് ജുൻജുൻവാലയും RK ദമാനിയൊക്കെ നമ്മളോട് പറയുന്നത്. ഡോണ്ട് ട്രൈ ടു ഇൻവെസ്റ്റ്. ഏതൊരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അത് മറ്റുള്ളവർ ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം എനിക്കിഷ്ടമുള്ളതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകണമെന്നില്ല. എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. VST ഇൻഡസ്ട്രീസിൽ RK ദമാനി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അയാൾ കോടീശ്വരനായി, ശതകോടീശ്വരനായി. പക്ഷെ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരും ശതകോടീശ്വരന്മാരായോ? ഇല്ല.
ഇൻഫോസിസിൽ 10,000 രൂപ 1980 ഇൻവെസ്റ്റ് ചെയ്ത ആള് ഇന്നത് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 360 crores ആണ്. അപ്പൊ 1980 ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും 360 കോടി കിട്ടിയോ? ഇല്ല, അവരിടയിലൊക്കെ വിറ്റുപോയില്ലേ? സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ആറ്റിറ്റ്യൂഡ്. സോ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്? നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ആ കമ്പനിയുടെ സ്റ്റോക്ക് ഇപ്പോൾ വലിയ അട്രാക്റ്റീവ് അല്ലെങ്കിൽ പോലും ദീർഘകാലത്ത് ആ കമ്പനിക്ക് വളരാൻ സാധ്യതയുണ്ട് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ ടെക്നിക്കൽ അനാലിസിസ് ഭയങ്കര ഷോർട്ട് ടേം ആയിരിക്കും. വളരെ പെട്ടെന്ന് ആ ഫ്ലേവർ ഓഫ് ദ മൊമെന്റിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. പൂരപ്പറമ്പില്, പെരുന്നാൾ പറമ്പില് സർബത്ത് കട തുടങ്ങുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. അതേസമയം റോട്ടില് ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് സർബത്ത് കട തുടങ്ങുന്നത് എന്താണ്? ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഒരു കാര്യത്തെക്കുറിച്ച്. ഇപ്പൊ കമ്പനി സെക്രട്ടറി പഠിക്കണോ എന്ന് ചോദിക്കുമ്പോൾ കമ്പനി സെക്രട്ടറി പഠിക്കേണ്ടത് മോഹൻലാലിന്റെ പരസ്യം കണ്ടിട്ടും വിനീത് ശ്രീനിവാസന്റെ പരസ്യം കണ്ടിട്ടും മമ്മൂട്ടിയുടെ പരസ്യം കണ്ടിട്ടും അല്ല. കാരണം അവരൊന്നും ഇത് പഠിക്കാത്തവരാ. ഏറ്റവും വലിയ ട്രാജഡി അതാണ്. നമ്മൾ പഠിക്കേണ്ടത് അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തണം. ഞാനിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫ്ലേവർ അനുസരിച്ച് എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഇത് പഠിക്കാൻ പറ്റുമോ? 1. 2, ഇങ്ങനൊരു ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? 2. 3, ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇങ്ങനെ അനലൈസ് ചെയ്താലാണ് നമുക്ക് ഇത് ചെയ്യാൻ വളരാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് ദീർഘകാല വളർച്ച ഉണ്ടാവുള്ളൂ. അങ്ങനെ അനലൈസ് ചെയ്തിട്ട് ആൾ കോഴ്സ് ചെയ്താലോ, ഇത് പാസ്സായാലോ അയാൾ എവിടെ വേണമെങ്കിൽ എത്തും. അതേസമയം ആർക്കാനും വേണ്ടി ഓക്കാനിക്കും പോലെ നമ്മൾ ഈ കോഴ്സ് ചെയ്താലോ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, എന്ത് ക്വാളിഫിക്കേഷൻ ആയിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ഒന്നും എവിടെ എത്താൻ പറ്റില്ല. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് മകൻ ഡോക്ടറായി, അല്ലെങ്കിൽ അബദ്ധത്തിൽ സയൻസിൽ മാർക്ക് കിട്ടിയതുകൊണ്ട് ഡോക്ടറായി. ഇയാൾക്ക് ഒരാൾ പോലും അയാളെ കാണാൻ വരുന്നുണ്ടാവില്ല. അയാൾക്ക് MBBS ഉണ്ടായിരിക്കും, MD ഉണ്ടായിരിക്കും, FRCS ഉണ്ടാവും, ലണ്ടൻ ഉണ്ടാവും, ടോക്കിയോ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതേസമയം നമ്മുടെ ഇവിടെ തുക്കട ഡോക്ടർ ഉണ്ടാവും, വെറും BAMS ആയിരിക്കും. ഇയാളുടെ ഓഫീസിന്റെ മുമ്പിൽ അല്ലെങ്കിൽ വീടിന് മുമ്പിൽ ക്യൂ ആയിരിക്കും. അതെന്തുകൊണ്ടാ? അയാൾ ചെയ്യുന്നത് അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി അയാൾക്ക് എങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റായിട്ട് എക്സൽ ചെയ്യാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. മലപ്പുറം ജില്ലയിൽ ഒരു ഡെന്റൽ ഡോക്ടർ 2000ങ്ങളിൽ ഡെന്റൽ ഡോക്ടറായ ഒരു ഹസ്ബൻഡും വൈഫും. അവർ ഇപ്പൊ ഈ ഡെന്റൽ ഡോക്ടർമാരെ മുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡെന്റൽ ഡോക്ടർ ഇല്ല, ശരിക്കും ടെക്നോളജിസ്റ്റ് ആണത്. ഡെന്റൽ ഡോക്ടർ എന്നൊരു ഡോക്ടർ അല്ല. അതായത് DR എന്നത് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിയമം. പക്ഷെ അതൊരു മെഡിസിൻ ശാഖയായിട്ട് കാണിച്ചതുകൊണ്ട് ആൾക്കാരെ DR ഉപയോഗിക്കുന്നു. അതിനെതിരെ കേസിന് പോകുന്നില്ല. BDS അല്ലെങ്കിൽ MDS ഒരിക്കലും എന്തല്ല, ഡോക്ടർ അല്ല. ഡെന്റൽ സയൻസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തുകൊണ്ട് പറ്റിപ്പോയതാണത്. അവർ ടെക്നോളജി, അതായത് അവരൊരു ടെക്നീഷ്യനാണ്. പല്ല് നേരെയാക്കുന്ന ടെക്നീഷ്യൻ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു ഡോക്ടർഷിപ്പ് എന്ന് പറയുന്നത് ഡെന്റൽ ഡോക്ടറാണ്. ഈസിയാണ് പഠിക്കാൻ. ഡെന്റൽ ഡോക്ടർമാരെ തട്ടി നടക്കാൻ പറ്റില്ല. ഇത് വാണിയംകുളം ടൗണിൽ പോയാൽ 4 ഡെന്റൽ ഹോസ്പിറ്റലുണ്ട്. ഒറ്റപ്പാലത്തൊരു 10 ഉണ്ടാവും. ശരിക്കും കഴിക്കുന്ന ഭക്ഷണത്തിനെക്കാട്ടിലും കൂടുതൽ നമ്മളിപ്പോൾ പല്ലിനെയാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പം ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എന്തില്ല, വരുമാനമില്ല. ഈ ഡെന്റൽ ഡോക്ടർമാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് വരുമാനമില്ല. കാരണം ഈ മത്സരം വരുന്ന സമയത്ത് നല്ല സ്വഭാവമുള്ള നമുക്ക് നല്ല സർവീസ് തരുന്ന സ്ഥലത്തെ നമ്മൾ പോവുള്ളൂ. അപ്പൊ ഇവർ ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് അവർ കയറ്റിക്കൊണ്ടുവന്ന ഒരു കമന്റ് എന്താന്ന് വെച്ചാൽ, ഡെന്റിസ്ട്രി പഠിക്കുന്നത് ഭയങ്കര അപകടമാണ്, ഡെന്റിസ്ട്രിയിൽ വരുമാനമില്ല, അതുകൊണ്ട് ഇനി ആരും BDS പഠിക്കരുത്, MDS പഠിക്കരുതെന്നാണ്. ഈ ചേച്ചി 2000-ലാണെന്ന് തോന്നുന്നു അവര് ഡെന്റിസ്ട്രി പഠിച്ചത്. അവരും ഒരു ഹസ്ബൻഡും കൂടെ ഈ ഒരു ഡെന്റൽ ഹോസ്പിറ്റൽ തുടങ്ങുന്നു. അവർ പറയുകയാണ്, കംപ്രസർ മുതൽ നീഡിൽ മുതൽ പഞ്ഞി മുതൽ സ്വന്തം കയ്യിലെ കാശ് കൊണ്ട് വാങ്ങി പല്ലിനെ കുറിച്ച് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത സമയത്ത് മലപ്പുറം ജില്ലയിൽ ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നു, ഡെന്റൽ ഹോസ്പിറ്റൽ തുടങ്ങുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഒരു 3-4 വർഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ കാശ് പോലും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഡോക്ടർമാരാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അവർ വളർന്ന് ഇന്ന് ഞങ്ങൾ എന്തായിട്ടുണ്ട്, 10-15 ബ്രാഞ്ചുള്ള ഒരു ഡെന്റൽ ഹോസ്പിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. ഒരു മുസ്ലിം സ്ത്രീയാണ്. അവർ വളരെ വളരെ രസകരമായിട്ട് അത് പറയണം. അവർ പറയാണ് എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ്, എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയാൻ വേണ്ടി ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്ത ഒരു വീഡിയോ ആണ് അവരുടെ. അവർ പറയാണ് അവർക്ക് 10-12 ഷോപ്പുണ്ട്. ഇന്ന് അവരുടെ എല്ലാ ഇതിലും പ്രീ ബുക്ക്ഡ് ആണ്. അതായത് ഒരു ദിവസത്തേക്ക് എത്ര അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുമോ അത്രയും അപ്പോയിന്റ്മെന്റ് ബുക്ക്ഡ് ആണ്. അവർക്ക് ഇന്നത്തെ വരെ അപ്പോയിന്റ്മെന്റ് കുറഞ്ഞിട്ടേ ഇല്ല, കുറയുന്നതായിട്ട് തോന്നുന്നുമില്ല.
അതുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന BDS കഴിഞ്ഞ് വരുന്ന ഒരു പല്ല് പോലും നോക്കാൻ അറിയാത്ത, ഒരു പല്ല് പോലും കറക്റ്റ് ചെയ്യാൻ അറിയാത്ത, ഒരു 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 റൂട്ട് കനാൽ പോലും ചെയ്യാൻ അറിയാത്ത ഇവർ പറയുന്നത് തെറ്റാണ് എന്ന് അശ്രീ പറയാണ്. അതിനൊരു കാരണം പറയുന്നത്, ഞാൻ ഈ ഇൻഡസ്ട്രിയെ സ്നേഹിച്ചിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ വേദനകളൊക്കെ എടുക്കാൻ സാധിച്ചിരുന്നു. ഇവർ ഈ പറയുന്ന കാര്യം ഞാൻ വർഷങ്ങളോളം 2000 എടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാനിത് കെട്ടിപ്പടുത്തത്. അതല്ലാണ്ട് നിങ്ങൾ ഒരു BDS എടുത്ത് പുറത്തു വരുന്ന സമയത്ത് പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് മാസം 50,000 രൂപ 1,00,000 രൂപ വരുമാനം കിട്ടണം, 100 പേഷ്യന്റ് മുമ്പിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ ആരും നിൽക്കില്ല എന്നാണ് ആ ലേഡി പറഞ്ഞു വെക്കുന്നത്. സോ വാട്ട് ഷീ ഈസ് ടെല്ലിംഗ് ടു us? She is telling to us that you should do fundamental analysis rather than ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതൊരു ബലൂൺ പോലെയാണ്. കാറ്റ് നിറച്ചാൽ അത് വീർക്കും, കാറ്റ് വിട്ടാൽ അത് പോകും, അത്രയേ ഉള്ളൂ. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ടയർ പോലെയാണ്. അതെന്താണ്? ആ നോബ് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര ദൂരം വേണമെങ്കിൽ 2000, 3000, 5000 കിലോമീറ്റർ വരെ അത് യാത്ര ചെയ്യും. അതിലെ കാറ്റ് പോവില്ല എന്ന് നമ്മൾ പറയുന്നില്ല, കമ്പനി പരാജയപ്പെടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ദീർഘകാലത്തേക്ക് നിൽക്കാനുള്ള ഒരു സാധ്യത ഇതിനുണ്ട്. ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഇപ്പൊ ഇത് ആ ലേഡി എന്നോട് ഇത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയി ഇത് പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് എനിക്കന്ന് വീഡിയോ ഒന്നുമല്ല. ഞാൻ എൻ്റെ കണ്ട പ്രകൃതിയിൽ നിന്നും ഞാൻ എടുക്കുന്ന എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ ലേഡി ഇത് ചെയ്ത് ഡെന്റിസ്റ്റിനോട് പറയാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പം ഞാൻ അതിനെന്ത് ചെയ്തു? ഫണ്ടമെന്റൽ അനാലിസിസിലും ടെക്നിക്കൽ അനാലിസിസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. സോ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. നിങ്ങളുടെ കഴിവാണ് എന്ത്? നിങ്ങൾക്ക് കിട്ടുന്ന എക്സാമ്പിൾസ് നിങ്ങളത് ഉപയോഗിക്കുക എന്നുള്ളത്. അത് എങ്ങനെ ഉപയോഗിക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ മുമ്പിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സ്പെക്കുലേഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സ്പെക്കുലേഷൻ? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാലത്തേക്ക് വേണ്ടി നമ്മൾ ഒരു അനാലിസിസ് നടത്തി അതിൻ്റെ സേഫ്റ്റി മനസ്സിലാക്കി, അതിൻ്റെ ലിക്വിഡിറ്റി മനസ്സിലാക്കി, ഈൽഡ് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇമോഷന്റെ മുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമുക്ക് സ്പെക്കുലേഷൻ എന്ന് പറയാം. ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും എന്തായിരിക്കും? ദീർഘകാലത്തേക്കായിരിക്കും. സ്പെക്കുലേഷൻ എപ്പോഴും എന്തായിരിക്കും? ഷോർട്ട് ടേം ആയിരിക്കും. ഇന്ന് അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ റെഡ്ഡിയുടെ ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? സ്പെക്കുലേഷൻ ആണ്. കാരണം അവിടെ ഡോക്ടർ റെഡ്ഡിയെ കുറിച്ച് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയിട്ടില്ല. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡിയുടെ വില കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡിക്ക് ഗുണമാകും എന്നുള്ള ഒരു അസംഷന്റെ മുകളിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സ്പെക്കുലേഷൻ. അപ്പൊ സ്പെക്കുലേഷൻ എന്താണ്? ഷോർട്ട് ടേം ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ലോങ് ടേം ആണ്. ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ബോക്സ് ആണ്, കമ്പാരിസൺ ബോക്സ് ആണ്. ദ പർച്ചേസ് ഓഫ് ആൻ അസെറ്റ് വിത്ത് ദ ഹോപ്പ് ഓഫ് ഗെറ്റിംഗ് റിട്ടേൺസ് ഈസ് കാൾഡ് ഇൻവെസ്റ്റ്മെന്റ്. വരുമാനം കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു അസറ്റ് വാങ്ങുന്നതിനെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കിട്ടുന്നു. അതെന്താണ്? സബ്സ്റ്റാൻഷ്യൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. അതായത് വളരെ റിസ്കി ആയിട്ടുള്ള, എന്താ റിസ്കി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ ലിക്വിഡിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ കുറിച്ചോ ഈൽഡിനെ കുറിച്ചോ വലിയ ധാരണയില്ലാതെ അതൊരു ഇമോഷന്റെ മുകളിൽ ഒരു അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോട്ട് എടുക്കുന്നത് പോലെയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ സ്പെക്കുലേഷൻ എന്ന് പറയാം. സോ യു ആർ എക്സ്പെക്ടിങ് ദാറ്റ് ദ റിട്ടേൺസ് ആർ ഗോയിങ് ടു ബി ഹ്യൂജ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഡിസിഷൻ എടുക്കുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റിൽ ഡിസിഷൻ എടുക്കുന്നത് പെർഫോമൻസ് ഓഫ് ദ കമ്പനി പോലെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ മാർക്കറ്റ് സൈക്കോളജി നോക്കിയിട്ടാണ് സ്പെക്കുലേഷൻ ചെയ്യുന്നത്. എല്ലാവരും വാങ്ങുന്നു, ഞാനും വാങ്ങുന്നു, അത്രയേ ഉള്ളൂ. മാർക്കറ്റ് സൈക്കോളജി നോക്കിയിട്ടാണ് അത് വാങ്ങുന്നത്. ടൈം ഹൊറൈസൺ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ലോങ് ടേം ആണ്, സ്പെക്കുലേഷൻ ആണെങ്കിൽ ഷോർട്ട് ടേം ആണ്. മോഡറേറ്റ് റിസ്ക് ആണ് ഇൻവെസ്റ്റ്മെന്റിലുള്ളതെങ്കിൽ ഹൈ റിസ്ക് ആണ് സ്പെക്കുലേഷനുള്ളത്. നിങ്ങൾ വിചാരിച്ചതൊക്കെ തെറ്റാകാൻ സാധ്യതയുണ്ട്. ദെൻ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഇൻ വാല്യൂ. നമ്മൾ ഭയങ്കര പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഇൻവെസ്റ്റ്മെന്റിൽ. പക്ഷെ നമ്മൾ നോക്കുന്നത് എന്താണ്? പ്രൈസ് ഫ്ലക്ച്വേഷൻ, അതിലുണ്ടാകുന്ന പ്രൈസിന്റെ ഫ്ലക്ച്വേഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത് സ്പെക്കുലേഷനിൽ. അതായത് ആ കമ്പനിയുടെ വാല്യൂ വർദ്ധിക്കുമെന്നും ആ വാല്യൂ വർദ്ധിക്കുന്നത് വഴി വരുമാനം വർദ്ധിക്കുമെന്നും നമ്മളിവിടെ വിശ്വസിക്കുന്നു, ഇൻവെസ്റ്റ്മെന്റിൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആ പ്രൈസിലുണ്ടാകുന്ന മൊമെന്ററി ആയിട്ടുള്ള വേരിയേഷൻ ആണ് നമ്മൾ സ്പെക്കുലേഷനിൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഗ്രോത്തിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്കൊരു മോഡറേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമേ കിട്ടത്തുള്ളൂ. അതേസമയം സ്പെക്കുലേഷനിൽ നമ്മുടെ അസംഷൻ കറക്റ്റ് ആവുകയാണെങ്കിൽ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഫണ്ട്സ്, ഈ ഇൻവെസ്റ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഫണ്ട് യൂഷ്വലി ആരുടെ പൈസയായിരിക്കും? ഇൻവെസ്റ്ററുടെ പൈസയായിരിക്കും. സ്പെക്കുലേഷൻ ആളെന്താ ചെയ്യുക? നാട്ടുകാരിൽ നിന്ന് പൈസ ഒക്കെ കടം വാങ്ങി ലിവറേജ്ഡ് ഫണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും സ്പെക്കുലേഷൻ ചെയ്യണത്. ദെൻ ഇൻവെസ്റ്റ്മെന്റിൽ വരുമാനം കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും, പക്ഷേ അൺസർട്ടൺ ആൻഡ് എറാറ്റിക് ഇൻകം ആയിരിക്കാം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക, സ്പെക്കുലേഷൻ ഉണ്ടാവുക. കൺസർവേറ്റീവ് ആൻഡ് കോഷ്യസ് ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളെങ്കിൽ. ഡെയറിങ് ആൻഡ് കെയർലെസ് ആയിരിക്കും ആര്?
നമ്മുടെ നാട്ടിൽ നിങ്ങൾ റൂട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് 50 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ച് പോകുന്ന ഒരാളെ കാണാം. അയാൾ ആരാണ്? ഇൻവെസ്റ്ററാണ്. അയാൾ വണ്ടി ആരെയും ഇടിക്കരുത്, ആരും അയാളുടെ അച്ഛനെയും അമ്മയും വിളിക്കരുത്, ആർക്കും വിഷമം അയാളെ കൊണ്ട് ഉണ്ടാകരുത്, എനിക്ക് യഥാസമയം യഥാസ്ഥലത്ത് എത്തണം എന്ന വാശിയോടുകൂടി വളരെ മെല്ലെ പോകുന്ന, സമാധാനമായിട്ട് പോകുന്ന ആൾ. അയാളാണ് ആര്? ഇൻവെസ്റ്റർ. ഒരു രണ്ട് ടയറുള്ള ഒരു ബൈക്കിൽ പുറകിലത്തെ ടയറിന് വലിപ്പം കൂട്ടിയിട്ടോ ഫ്രണ്ടിലെ ടയറിന് വലിപ്പം കൂട്ടിയിട്ടോ സൈലൻസറൊക്കെ മാറ്റിയിട്ട് 150 കിലോമീറ്റർ ആണ് അതിൻ്റെ ആക്സിലേറ്റർ ലിമിറ്റ് എങ്കിൽ 150 എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ അച്ഛൻ്റെ വിളി കേട്ടുകൊണ്ട് ഇടയിൽ കൂടെ അങ്ങനെ പറന്നു പോകുന്ന ഒരാളുണ്ടല്ലോ, അയാളാണ് സ്പെക്കുലേറ്റർ. അയാൾ അവിടെ എത്തുന്ന വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇൻവെസ്റ്ററോ അവിടെ എത്തിയിരിക്കും, ഗ്യാരണ്ടിയാ. ഇൻവെസ്റ്റർ കാരണം എന്താണ്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് ആണ്. ഇൻവെസ്റ്റർ എന്താ ചെയ്യുക? വളരെ മെല്ലെ ആലോചിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് അയാളുടെ പൈസ കയ്യിൽ തന്നെ വെച്ച് റിസ്ക് എടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള്. സ്പെക്കുലേറ്റർ എന്താ ചെയ്യുക? ആക്സിലേറ്റർ ഒറ്റ പോക്ക ഒരു മണിക്കലിന് കൊള്ളുമ്പോൾ തെറിച്ചതാ പോകണം, അല്ല തലയും പോയി കാലും പോയി കയ്യും പോയി. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? അതാണ് സ്പെക്കുലേറ്റർ. അപ്പൊ സ്പെക്കുലേറ്റർ എന്താണ്? ഡയറിങ് ആണ്, ഭയങ്കര ഡയറിങ് ആണ്. നമ്മൾ ഇതിനെക്കാട്ടും വലിയ എക്സാമ്പിൾ ഒന്നും ഇല്ല ഇതിന്, വേറൊരു എക്സാമ്പിളും ഇല്ല ഇതിന്. ഡയറിങ് ആണ്. അതേസമയം ഇൻവെസ്റ്റർ എന്താണ്? വളരെ സ്ലോ ആണ്, അതിൽ വളരെ കോഷ്യസ് ആണ്, വളരെ കോഷ്യസ് ആണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗാംബ്ലിംഗ്. കമ്പനി സെക്രട്ടറി പഠിക്കുന്ന ആൾക്കാർ ആദ്യത്തെ പരീക്ഷ തോറ്റാൽ പരിപാടി നിർത്തുകയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരാരാണ്? സ്പെക്കുലേറ്റേഴ്സ് ആണ്. ഭാഗ്യത്തിന് കോഴ്സ് പാസ്സാകുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികൾ. ഭാഗ്യത്തിനൊന്നും കോഴ്സ് പാസ്സാവില്ല. അതേസമയം ഇൻവെസ്റ്റർ ആരാണ്? 1 2 പോയാലും വേണ്ടില്ല, ഞാൻ അത് എടുത്തേ അടങ്ങുള്ളൂ വാശി. ഞാനിപ്പോൾ പാലക്കാട് പരീക്ഷ എഴുതുമ്പോൾ കാണാറുണ്ട്, 12 പ്രാവശ്യം എഴുതിയ ഒരാളവിടെ വന്ന് പരീക്ഷ എഴുതാം, 12ാമത്തെ പ്രാവശ്യം എഴുതാം. ആള് തിരുപ്പൂരിൽ നിന്നാണ് വരുന്നത്. അവിടെ എഴുതിയിട്ട് ആൾക്കാർ ഇയാൾക്കണ്ട് പരിചയമായി. അയാൾ ഈ സേലത്ത് എഴുതി, ഈ ഇവിടെ കോയമ്പത്തൂർ എഴുതി, പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് അയാൾ പരിചയമായി. അപ്പം അയാൾക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് അയാൾ ഇവിടെ പാലക്കാട് വന്ന് എഴുതുക. അപ്പം നമ്മൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ സ്റ്റുഡൻസിനോട് സംസാരിക്കരുത്. കാരണം നമ്മുടെ ആൾക്ക് ഭയങ്കര ധൈര്യമാണ്. രാജു സാറേ ഞാൻ പാസ്സാവൂട്ട, പ്രൊഫഷണലാണ് എഴുതിക്കൊണ്ടിരുന്നത്, ഞാൻ അയാൾ പാസ്സാവുകയും ചെയ്തു കേട്ടോ, കമ്പനി സെക്രട്ടറി ആയി. പക്ഷെ 12 അറ്റംപ്റ്റ് എടുത്തു, 12 അറ്റംപ്റ്റ്. എക്സിക്യൂട്ടീവും പ്രൊഫഷണൽ പാസ്സാൻ 12 അറ്റംപ്റ്റ് ആയി. അപ്പം ഞാൻ പറയാം, അവിടെ സംസാരിക്കല്ലേ. എന്താ കാര്യം? നിങ്ങൾ സംസാരിച്ച ഇവർ ആദ്യം ചോദിക്കുക, സാർ ഇത് എത്രാമത്തെ പ്രാവശ്യം? ആളുടെ സൈസും ആളുടെ പ്രായം കൊണ്ട് എത്രാമത്തെ പ്രാവശ്യം? 12ാമത്തെ പ്രാവശ്യം. ഉടനെ എന്താ ചെയ്യുക? ആദ്യത്തെ പ്രാവശ്യം തോറ്റാളും 2ാമത്തെ പ്രാവശ്യം തോറ്റാളും നിർത്തും, പരിപാടി നിർത്തും. കാരണം അയാൾ ഇൻവെസ്റ്ററാ, നമ്മൾ സ്പെക്കുലേറ്ററാണ്. നമ്മൾ വേറെ ഏതിനോ പോയി വേറെ ഏതിലോ എത്തിപ്പെടുന്ന ആൾക്കാരാ. അങ്ങനെ ആവാൻ പാടില്ല. ഒരു ഇൻവെസ്റ്റർ ആകണം. നമ്മളൊരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്വപ്നം അച്ചീവ് ചെയ്യുന്നത് വരെ പണിയെടുക്കണം. അഭിമന്യു ആവണം നമ്മൾ. അഭിമന്യുവിന്റെ പ്രത്യേകത എന്താ? ലക്ഷ്യത്തിന് വേണ്ടി മുന്നിലേക്ക് പോയി തിരിച്ചു വരാൻ സാധ്യത അവിടെ കിടന്ന് ചാവാൻ തയ്യാറായ ആളാണ് അഭിമന്യു, അല്ലെ? വെൻ ഹി വാസ് എൻറ്ററിങ് ഇൻ ടു ചക്രവ്യൂഹം, അഭിമന്യു, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അഭിമന്യു അർജുനന്റെ മകനാണ്, ഉത്തരയുടെ മകൻ. അപ്പൊ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നത് കേട്ട് അഭിമന്യു പഠിക്കുകയാണ് ചക്രവ്യൂഹത്തിലേക്ക് കിടക്കാൻ. തിരിച്ചു വരുന്നത് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല, അപ്പോഴേക്കും പ്രസവിച്ചേ. പിന്നെ ഈ കുട്ടി 18 വയസ്സാവുന്നതിന് മുമ്പാണ് യുദ്ധമുണ്ടാകുന്നത്. അപ്പൊ യുദ്ധമുണ്ടാകുമ്പോ അദ്ദേഹത്തിന് കൗരവര് ചക്രവ്യൂഹം എന്ന് പറയാൻ എത്ര ആൾക്കാരുണ്ടാവും, എത്ര ആനന്ദമൊക്കെ നിങ്ങൾ പഠിക്കണം. ഒരു യുദ്ധം എങ്ങനെയാണെന്ന് പഠിക്കണം. ഒരു യുദ്ധമാണ് നമ്മുടെ ജീവിതം, അതിൽ എങ്ങനെയാണ് നമ്മൾ യുദ്ധം ജയിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു ചക്രവ്യൂഹം ചക്രവ്യൂഹം അത് എപ്പോഴും ഇങ്ങനെ ചക്രം പോലെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ ഹി നോ ഹൗ ടു എൻ്റർ ചക്രവ്യൂഹം, ബട്ട് ഹി കുഡ് നോട്ട് ഗെറ്റ് ദാറ്റ് മച്ച് ടൈം ടു ലേൺ ഹൗ ടു ഗോ ബാക്ക്. അത് അയാൾക്കും അറിയാം, അയാളെ പറഞ്ഞത് ദ്രോണർക്കോ അർജുനനോ കൃഷ്ണനൊക്കെ അറിയാം. ഇയാൾ എൻ്റർ ചെയ്തു. പക്ഷെ അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? ജയദ്രഥനെ കൊല്ലുക എന്നുള്ളതാണ്. കൊന്നു, തിരിച്ചിടാൻ സാധിച്ചില്ല, മരിച്ചു. അയാൾ ഇന്ന് നമ്മൾ ഓർക്കുന്നില്ലേ? ഭീരുവായിട്ട് ഇടയിൽ മുമ്പിൽ നിന്ന് മരിച്ച ഒരാളുടെ പേര് നമുക്കറിയോ? ഇല്ല. അപ്പൊ ചക്രവ്യൂഹത്തിലേക്ക് കടക്കുമ്പോൾ, കമ്പനി സെക്രട്ടറിയും ചക്രവ്യൂഹത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നുകിൽ ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ വേറെ ഒന്നും ചെയ്യില്ല എന്നൊരു ഇതാണ് എൻ്റെ എറ്റേണൽ ഗോൾ എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് അങ്ങനെയല്ല നമ്മൾ ജയിക്കുള്ളൂ. 6000 IPOs ആണ് 2026 മിഡ് ആകുമ്പോഴേക്കും ഇന്ത്യയിൽ കഴിയുക. 6000+ ആണ് ലൈൻ അപ്പ് ചെയ്തിട്ടുള്ളത്. അതും ചെറിയ ചെറിയ കമ്പനികളല്ല, ഓരോ കമ്പനികളും മൾട്ടി കമ്പനികളായിട്ട് മാറുകയാണ്. ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം 3 പേര്, റോക്ക് മിനിമം ആണ് വേണം. റോക്ക് ബോട്ടം 3 പേര് ഒരു കമ്പനിക്ക് കമ്പനി സെക്രട്ടറി ആയിട്ട് വേണം. ഓൺ ആൻഡ് ആവറേജ് 5 പേര് വേണം.
കാരണം ഒരു പ്രാക്ടീസിങ് ഫേമിന് സ്കോപ്പുണ്ട്. ഒരു സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൽ മിനിമം 3 to 4 കമ്പനി സെക്രട്ടറീസ് ഉണ്ടാവും. ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. കംപ്ലയൻസ് ഒക്കെ കൂടുകയാണ്. 6000 കമ്പനി എന്ന് പറഞ്ഞാൽ എത്ര പേരാ? 30,000 കമ്പനി സെക്രട്ടറി വേണം. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ ഒരു പരീക്ഷയിൽ പാസ്സാകുന്ന പ്രൊഫഷണൽ ക്വാളിഫൈ ചെയ്ത് വരുന്ന കുട്ടികൾ എന്നെ അറിയാമോ നിങ്ങൾക്ക്? ഓൺ ആൻഡ് ആവേഴ്സ് 250 കുട്ടികളാണ്. അതായത് വർഷത്തിൽ ഒരു 500 കുട്ടികളിൽ മേലെ കമ്പനി സെക്രട്ടറീസ് ഇല്ല. ഇത് ചക്രവ്യൂഹമൊന്നുമല്ല, ഇത് ചാകരയാണ്. ചക്രവ്യൂഹം എന്നൊന്നും വിചാരിക്കുക, ഇത് ചാകരയാണ്. ആകെ ചെയ്യേണ്ടത് പണിയെടുക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മയും കമ്പനി സെക്രട്ടറി ആയതുകൊണ്ട് നിങ്ങൾ വന്നത് അല്ലല്ലോ, അല്ല. ഇത് നിങ്ങളെടുത്ത തീരുമാനമാണ്. അത് നിങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് ഫാദേഴ്സ് ഡിസിഷൻ ഓർ മദേഴ്സ് ഡിസിഷൻ, ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ദിസ്, സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. നിങ്ങളുടെ തീരുമാനമാണ്. ഇത് ജയിച്ചാലുണ്ടല്ലോ പിന്നെ ലൈഫിൽ നിങ്ങൾ അറിയപ്പെടുന്നത് കമ്പനി സെക്രട്ടറി. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കമ്പനി സെക്രട്ടറി ആയിട്ടാണ്. വെൻ ഐ യൂസ് ടു ട്രാവൽ ടു പ്ലേസസ്, I let it be in the hotel, airport lounge or wherever I am. People will ask me like, no, എന്താ സാർ ചെയ്യണേ? അപ്പം ആദ്യമൊക്കെ ഞാൻ ട്രെയിനറാണ്, കോർപ്പറേറ്റ് ട്രെയിനർ. അപ്പോൾ കോർപ്പറേറ്റ് ട്രെയിനർ എന്ന് പറയുമ്പോൾ എന്നെ പോലത്തെ കുറേ ആൾക്കാർ അവിടെ കാണാം. അപ്പോൾ അയാളുടെ മുഖത്തൊരു സന്തോഷം തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഐ എം എ കമ്പനി സെക്രട്ടറി. അപ്പോൾ അയാൾ കണ്ടിൽ ചെറിയൊരു ലൈറ്റ് വരും, അത്യാവശ്യം നോളജുള്ള ആളാണെങ്കിൽ. ഈസ് ഇറ്റ് നൈസ് ടു മീറ്റ് യു സാർ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കമ്പനി സെക്രട്ടറി കാണാൻ. എത്രയോ എനിക്ക് ഇതുണ്ടായിട്ടുണ്ട്, ചാൻസസ് ഉണ്ടായിട്ടുണ്ട്. They have not seen a company secretary, but they have seen lot of chartered accountants. They have not seen a company secretary. അതല്ലോടോ നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അതല്ലേ? നിങ്ങൾ ചെയ്തതിന്റെ വാല്യൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് വിജയിക്കും. എന്താ അതിൽ ആൾക്കാർ പറയണ്ടേ? അവനത് നേടിയെടുത്തു എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് അതിനൊരു വാല്യൂ. 4 ആൾ പറയുമ്പോൾ അവനെ കമ്പനി സെക്രട്ടറി ആട്ടാ ആണോ, മതി, ദാറ്റ് ഈസ് ഇനഫ്. ഒരു 50,000 രൂപ പോക്കറ്റിൽ വന്നൊരു സന്തോഷം നമുക്ക് വരും. എന്താ ചെയ്തത്? ഡിഗ്രി. ഏതാ ചെയ്തത്? ബികോം ആണ്. എല്ലാവരും ഇപ്പോൾ തന്നെ ചെയ്യണം. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. വല്ല വാല്യൂ ഉണ്ടോ അതിന്? ഇല്ല. സോ പ്ലീസ് think that actually you are going to be, every day you should think that I am going to be a company secretary, I am going to be a company secretary, I am going to be a company secretary, I want to do this, I want to do this. This is fundamental analysis. ഷോർട്ട് ടേം ആയ എന്താണ്? എന്തായാലും ജൂൺ വരെ വേറെ പരിപാടിയൊന്നുമില്ല. ഒന്ന് എഴുതി നോക്കാം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. KKPP അയാൾ 99.99% തോൽക്കും. കാരണം ഈ പരീക്ഷ എഴുതുന്നില്ല 90% ആൾക്കാരും തോൽക്കും. ബാക്കി 9.99% അയാളുടെ ആറ്റിറ്റ്യൂഡ് തോൽക്കും. എന്താണ്? KKPP ആറ്റിറ്റ്യൂഡ് തോൽക്കും. അയാൾ കമ്പനി സെക്രട്ടറി ആവില്ല. ലക്കിന് CSET പാസ്സാവാം, CS എക്സിക്യൂട്ടീവ് പാസ്സാവില്ല. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഷുഡ് ഡു ഫണ്ടമെന്റൽ അനാലിസിസ് എവറി ഡേ മോർണിംഗ്. ലൈക്ക് ആസ് യു പ്രേ ടു ദ ഗോഡ് ദാറ്റ് ദൈവമേ ഇന്നത്തെ ദിവസം നന്നാവണേ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ദൈവമേ ഇന്നത്തെ ദിവസം എൻ്റെ കമ്പനി സെക്രട്ടറി ആവുന്ന യാത്രയിൽ ഒരു ദിവസം കുറയ്ക്കാൻ വേണ്ടി എന്നെ സഹായിക്കണേ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ബിക്കോസ് ഐ എം ഗോയിങ് ടു റീച്ച് മൈ ഡെസ്റ്റിനേഷൻ വൺ ഡേ. അതിലേക്ക് ഈ ഒരു ദിവസം കുറയണം. തിങ്ക് ഓഫ് ഇറ്റ്. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗാംബ്ലിംഗ്. എന്താ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാല്? ചൂതാട്ടം. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അത് ഈ സ്പെക്കുലേഷന്റെ വേറൊരു ലെവലാണ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. സ്പെക്കുലേഷനിൽ എന്തെങ്കിലും ഉണ്ട്, ഗാംബ്ലിംഗിൽ ഒന്നുമില്ല. ഗാംബ്ലിംഗ് എന്താണ്? അല്ലെങ്കിൽ ബെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഇവന്റ് സംഭവിക്കുകയാണെങ്കിൽ, സച്ചിൻ 100 അടിച്ചാൽ, കോഹ്ലി 100 അടിച്ചാൽ, സൂര്യവംശി 100 അടിച്ചാൽ എന്നൊക്കെയല്ലേ നമ്മൾ ബെറ്റ് ചെയ്യുമ്പോൾ വയ്ക്കുക. അപ്പൊ ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗിൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും, അല്ലെങ്കിൽ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇതിനെയാണ് ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ബെറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് വളരെ ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ ഗാംബ്ലിംഗ് ഭയങ്കര ഷോർട്ട് ടേം ആണ്. ഒരു സയന്റിഫിക് അനാലിസിസ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് ആവശ്യമാണെങ്കിൽ ഒന്നും വേണ്ട. എന്തിന്? ബെറ്റിങ്ങിന് വെറും ടിപ്സും റൂമേഴ്സും മാത്രമാണ് ഗാംബ്ലിംഗിൽ ഉണ്ടാവുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും എന്താണ്? ഒരു പ്ലാൻഡ് ആക്ടിവിറ്റി ആണെങ്കിൽ ഗാംബ്ലിംഗ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ചെയ്യുന്നതാണ്. കമേഴ്ഷ്യൽ റിസ്ക്, ഇൻവെസ്റ്റ്മെന്റില് കമേഴ്ഷ്യൽ റിസ്ക് ഉണ്ട്. എന്താണ്? ആ കമ്പനിയുടെ വ്യവസായം, ആ ബിസിനസ്സിൽ പരാജയപ്പെടാനുള്ള സാധ്യത നിങ്ങളുടെ റിസ്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ റിസ്ക് ആണ് ഇതിലുള്ളത്, ഗാംബ്ലിങ്ങിലുള്ളത്. ആർട്ടിഫിഷ്യൽ പറഞ്ഞാൽ ആ കമ്പനി ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷനാണ് നിങ്ങളുടെ റിസ്കിനെ തീരുമാനിക്കുന്നത്. ദെൻ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്താണ്? നമുക്ക് ഓഫ് ഡിറ്റർമിൻസ് റിട്ടേൺ. നിങ്ങളുടെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ദെൻ നെഗറ്റീവ് റിട്ടേൺസ് ആർ എക്സ്പെക്റ്റഡ്. നമ്മൾ ഗാംബ്ലിങ്ങിൽ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആണ് നമ്മൾ ആലോചിക്കുക. 99% പൈസ കിട്ടില്ല. കിട്ടുകയാണെങ്കിലോ ലോട്ടറി അടിക്കുന്ന പോലെ
കിട്ടിയാൽ കിട്ടി, അതാണുള്ളത്. ദെൻ സേഫ്റ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് വരുമാനം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ദെൻ എന്റർടൈൻമെന്റ് ആണ് ബെറ്റിങ്ങിലുള്ളത്. എന്താണ്? ഒരു രസം, ഒരു സന്തോഷം, അതാണ് ബെറ്റിങ്ങിൽ ഉള്ളത്. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് പഠിച്ചു, ഇൻവെസ്റ്റ്മെന്റ് എന്തിനാ ചെയ്യണമെന്ന് പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ എന്ന് പഠിച്ചു, ഇൻവെസ്റ്റ്മെന്റും സ്പെക്കുലേഷൻ നമ്മുടെ ഡിഫറൻസ് പഠിച്ചു, ഇൻവെസ്റ്റ്മെന്റും ഗാംബ്ലിംഗ് നമ്മുടെ ഡിഫറൻസ് പഠിച്ചു. നൗ വി ഗോ ടു സെക്യൂരിറ്റി അനാലിസിസ്. സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യുന്നതാണ് സെക്യൂരിറ്റി അനാലിസിസ്. ഓരോ സെക്യൂരിറ്റികളെയും നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുകയും അതിൽ നമുക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്യും, മറ്റുള്ള സെക്യൂരിറ്റികൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നു. സോ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? അതിന് വാല്യൂ ഉണ്ടോ? ഒരു സെക്യൂരിറ്റി, ഏത് സെക്യൂരിറ്റിയിലാണോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ സെക്യൂരിറ്റിക്ക് വാല്യൂ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനാണ്, അതിന്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിനും വാല്യൂ അനുസരിച്ച് നമ്മൾ റേറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സെക്യൂരിറ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുമാണ് നമ്മൾ സെക്യൂരിറ്റി അനാലിസിസ് ചെയ്യുന്നത്. സെക്യൂരിറ്റി അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് തരം അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസും ഒന്ന് ടെക്നിക്കൽ അനാലിസിസും. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കണോമി, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയെ കുറിച്ച്, ആ കമ്പനിയെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ടോ അത് മുഴുവൻ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു 3 ലെവലുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാം? ഫണ്ടമെന്റൽ അനാലിസിസിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇക്കണോമി അനലൈസ് ചെയ്യും, 2 ഇൻഡസ്ട്രിയെ അനലൈസ് ചെയ്യും, ദെൻ കമ്പനിയെ അനലൈസ് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ കമ്പനി അടിപൊളിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ബിസിനസ് അടിപൊളിയാണെങ്കിലും ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കണമെന്നില്ല. ഇപ്പോൾ ഒരു ലിക്കർ ബിസിനസ് നടത്തുന്ന ഞാൻ ദുബായിൽ പോയിട്ട് അല്ലെങ്കിൽ ഖത്തറിൽ പോയിട്ട് ലിക്കർ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലിക്കർ ബിസിനസ് ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ്, പക്ഷെ ഖത്തറിലെ നിയമങ്ങൾ എന്നെ അനുവദിക്കില്ല അവിടെ ലിക്കർ ബിസിനസ് ചെയ്യാൻ. അപ്പോൾ ഇക്കണോമിയെ നമ്മൾ അനലൈസ് ചെയ്യണം, ഒരു രാജ്യത്തിന്റെ ഇക്കണോമി അനലൈസ് ചെയ്യണം. അതിനുശേഷം ആ ഇക്കണോമിയിലെ ഓരോ ഇൻഡസ്ട്രിക്കും കിട്ടുന്ന പ്രിഫറൻസുകൾ നിങ്ങൾ അനലൈസ് ചെയ്യണം. ആ പ്രിഫറൻസ് അനലൈസ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പനിയെ കുറിച്ചും നിങ്ങൾ പഠിക്കണം. അതല്ലാണ്ട് ഒരു സമ്പദ് വ്യവസ്ഥ അറിയാതെ, അവിടുത്തെ ഇക്കണോമിയെ അറിയാതെ, അവിടുത്തെ ഇൻഡസ്ട്രിയെ അറിയാതെ കമ്പനി മാത്രം അനലൈസ് ചെയ്താൽ നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് ITC. മൺഡേ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു, ഇന്നലെയാണ് പറഞ്ഞത് മിഞ്ഞാന്ന് എനിക്കറിയാം, ഓർമ്മയില്ല. ITCയെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ. ITCയുടെ ഷെയറിന്റെ വില ദീർഘകാലമായിട്ട് ഒരേ ലെവലിൽ നിൽക്കുന്നു. ഇത്രമാത്രം പ്രോഫിറ്റ് ഡിവിഡൻഡ് കൊടുത്തിട്ട് പോലും ഇതിന്റെ വിലയിൽ വലിയ വ്യതിയാനം ഉണ്ടാകുന്നില്ല. അത് ഇൻഡസ്ട്രിയുടെ പ്രശ്നമാണ്, അവരുള്ള ഇൻഡസ്ട്രിയുടെ പ്രശ്നമാണ്, അത് ആ കമ്പനിയുടെ പ്രശ്നമല്ല, അത് ആ ഇൻഡസ്ട്രിയുടെ പ്രശ്നം. കാരണം ആ ഇൻഡസ്ട്രി എപ്പോഴും എന്താണ്? ഒരു സിൻ ഇൻഡസ്ട്രിയാണ്, നെഗറ്റീവ് ഇൻഡസ്ട്രിയാണ്. അത് എപ്പോൾ വേണമെങ്കിലും ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടിന്യൂസ് സൂപ്പർവിഷൻ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് അതിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇക്കണോമിയെ കുറിച്ച് മനസ്സിലാക്കണം, പിന്നെ ഇൻഡസ്ട്രിയെ, ആ കമ്പനി നിലനിൽക്കുന്ന ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കണം. ദെൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ കമ്പനി. എന്താണ് ഇക്കണോമി അനാലിസിസ് എന്ന് പറഞ്ഞാൽ? കമ്പനി ഇക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഓവറോൾ ഇക്കണോമിക് എൻവയറമെന്റ്. അപ്പൊ നമ്മൾ പറയുന്നില്ലേ, ഇന്നലെ എന്താ പറഞ്ഞ 89 രൂപ 67 പൈസ മറ്റു ആയി ഡോളറിന്റെ വില എന്ന് പറഞ്ഞു. ഡോളറിന്റെ വില കുറയുകയാണ് അല്ലെ, വില കുറയുകയാണ് എന്ന് പറയുന്നു. ഡോളറിന്റെ വില കുറയുമ്പോൾ എന്താ ഉണ്ടാവുക? എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ എന്താണ്? ലാഭമാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്കോ കൂടുതൽ പൈസ വേണ്ടി വരും ആ ഡോളർ കൊടുക്കാൻ. അപ്പൊ നമ്മുടെ രാജ്യം ഇമ്പോർട്ട് കൂടുതലുള്ള രാജ്യമായതുകൊണ്ട് ആണ് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുന്നത്? രൂപയുടെ വിലയിലുള്ള കുറവ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡോളറിലാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്. മുമ്പ് ഒരു ഡോളറിന് 88 രൂപയ്ക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഇന്നൊരു ഡോളർ കിട്ടാൻ എത്ര കൊടുക്കണം? 89 രൂപ 60 ചില്ലാനം പൈസ കൊടുക്കണ്ടേ? ആ പൈസ നമുക്ക്, അപ്പോൾ 1 രൂപ 60 ചില്ലാനം പൈസ നമുക്ക് ഒരു ഡോളറിൽ നഷ്ടമല്ലേ? അഡീഷണൽ നഷ്ടം, അൺഎക്സ്പെക്ടഡ് ലോസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മൾ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നെങ്കിലോ, മുമ്പ് ഒരു ഡോളർ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അവർക്ക് 88 രൂപ കിട്ടുമായിരുന്നുള്ളൂ, ഇതെത്ര കിട്ടും? 89 67. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ രാജ്യം ഒരു എക്സ്പോർട്ട് സർപ്ലസ് ഉള്ള രാജ്യമായിരുന്നെങ്കിൽ എന്തുണ്ടായിരുന്നു? രൂപയിലെ വില വ്യതിയാനം എക്സ്പോർട്ടേഴ്സിന് ലാഭമായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യം ഒരു ഇമ്പോർട്ട് സർപ്ലസ് ഉള്ള രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിലയുടെ കൂടുതൽ നമുക്ക് പ്രശ്നമാണ്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ എക്സ്പോർട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ അതുണ്ടാക്കുന്ന സാധനങ്ങളുടെ വില കുറയ്ക്കാൻ ശ്രമിക്കണം. അതിന് വില കുറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ വാങ്ങും, ഇമ്പോർട്ടിന് മുകളിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല.
അല്ലേ? മെയ്ഡ് ഇൻ ഇന്ത്യ മൊബൈൽ, മെയ്ഡ് ഇൻ ഇന്ത്യ വാച്ച് ഒക്കെ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ? സാധനം എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് എന്താണ്? നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് റിസർവ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ബാങ്ക് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ എന്തുണ്ടാവും? നമ്മുടെ രാജ്യത്തെ കമ്പനികൾക്ക് ധാരാളം ഫണ്ടുകൾ ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ അവർ ധാരാളം സാധനങ്ങൾ ഉണ്ടാക്കും. കസ്റ്റമർക്ക് ലോവർ ഇൻട്രസ്റ്റ് റേറ്റിന് ലോണ് കിട്ടും. അയാൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അങ്ങനെ അയാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയും കമ്പനികൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ധാരാളം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വരും, ധാരാളം ടാക്സ് ഗവൺമെന്റിന് കിട്ടും. അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തണം, അല്ലാണ്ട് ഇമോഷണൽ അല്ല. അപ്പൊ ആദ്യം നമ്മൾ എന്താ പഠിക്കേണ്ടത്? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പഠിക്കണം. നമ്മുടെ GDP ഗ്രോത്തിനെ കുറിച്ച്, ഇൻഫ്ലേഷൻ എന്താ? GDP പറഞ്ഞാല് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP ഗ്രോത്ത് റേറ്റ്, അതുപോലെ ഇൻഫ്ലേഷൻ കൺട്രോള്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ലിബറൽ ആയിട്ട് സെക്യൂരിറ്റികൾ വാല്യൂ ചെയ്യാനുള്ള സാധ്യതകൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദ ക്യാപിറ്റൽ മാർക്കറ്റ് എപ്പോഴാണ് ബുള്ളിഷ് ഫേസിലാവുക? നമ്മൾ ആ ഷെയറിന്റെ വിലകളൊക്കെ കൂടുന്ന സമയത്ത്. ഷെയറിന്റെ വില എപ്പോഴാണ് കൂടുക? ആ കമ്പനിയുടെ സെയിൽസ് വർദ്ധിക്കുമ്പോൾ, അവരുടെ വാല്യൂ വർദ്ധിക്കുമ്പോഴല്ലേ ഷെയറിന്റെ വില കൂടുള്ളൂ. മറ്റതൊക്കെ ഇമോഷണൽ അല്ലല്ലോ. ഇമോഷണൽ ആണോ ഷെയറിന്റെ വില കൂടുന്നത്? അല്ല. അതിന്റെ സ്ട്രെങ്ത്, ഫണ്ടമെന്റലി കമ്പനി സ്ട്രോങ് ആവും. എപ്പോഴാണ് സ്ട്രോങ് ആവുക? കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കുകയും കൂടുതൽ സാധനം വിൽക്കാൻ സാധിക്കുകയും കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്താണല്ലോ കമ്പനിയുടെ വില കൂടുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നല്ല ഒരു ഇക്കണോമിയിൽ GDP സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, കൺട്രോൾഡ് ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഇക്കണോമി ആണെങ്കിൽ ഷെയറിന്റെ പൈസ കൂടുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് GDP ഗ്രോത്ത് സ്റ്റാക്കൻസ്, ഈ GDP ഗ്രോത്ത് താഴോട്ട് വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഇൻഫ്ലേഷൻ ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. ദെൻ എന്താ ഉണ്ടാവുക? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി സ്റ്റാഗ്നന്റ് ആവും, അല്ലെങ്കിൽ ഡിക്ലൈനിങ് ആകും. ഇൻവെസ്റ്റർ അനലൈസ്ഡ് എന്താ ചെയ്യുക? മാർക്കറ്റ് താഴോട്ട് വരികയാണ് എന്ന് തോന്നും. അപ്പോൾ GDP വളരുകയാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വളരുകയാണെന്നുണ്ടെങ്കിൽ, കൺട്രോൾഡ് ഇൻഫ്ലേഷൻ ആണെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുകയും, GDP ഗ്രോത്ത് സ്റ്റാക്കൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എന്തായിരിക്കും? അതോടുകൂടി എന്തുണ്ടാകും? സ്റ്റാഗ്നന്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ വലിയ മാറ്റമില്ലാതായിട്ട് മാറും. അതുവഴി എന്തുണ്ടാകുന്നു? ഷെയർ മാർക്കറ്റിൽ ഷെയറിന്റെ വിലകൾ താഴോട്ട് വരും. അപ്പോൾ ഇക്കണോമിക്ക് വളരെ വലിയ റോളാണ് ഇതിൽ പ്ലേ ചെയ്യാനുള്ളത്, സെക്യൂരിറ്റിയിലെ പ്രൈസിൽ പ്ലേ ചെയ്യാനുള്ളത്. ദെൻ വൈൽ അണ്ടർടേക്കിംഗ് അനലൈസ്, നിങ്ങൾ ഇക്കണോമിയെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? ഒന്ന്, GDP നിങ്ങൾ കൺസിഡർ ചെയ്യണം. GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ദ ഇക്കണോമി. നമ്മൾ ഏത് റേറ്റിലാണ് നമ്മുടെ ഇക്കണോമി വളരുന്നത് എന്നതിനെയാണ് GDP എന്ന് പറയുന്നത്. സോ നമ്മുടെ GDP വളരുകയാണെന്നുണ്ടെങ്കിൽ, GDP എന്തൊക്കെ ഉണ്ടായിരിക്കും? GDP പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും, ഗ്രോസ് പ്രൈവറ്റ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും, ദെൻ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് നെറ്റ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇതെല്ലാം നമുക്ക് എന്തുണ്ടായിരിക്കും? GDP എന്തൊക്കെ ഉണ്ടാവുക പറഞ്ഞ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ്, GDP പേഴ്സണൽ കൺസപ്ഷൻ, നമ്മൾ വ്യക്തികൾ അയാളുടെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവാക്കുന്ന പണം, അതുപോലെ തന്നെ ഗ്രോസ് പ്രൈവറ്റ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്, ഗുഡ്സിലും സർവീസിലും ഗവൺമെന്റ് എത്രമാത്രം പണം ചെലവാക്കുന്നു, ദെൻ നെറ്റ് എക്സ്പോർട്ട് എത്രയാണ്. ഇതും കൂടെ, നാലും കൂടെ കൺസിഡർ ചെയ്താൽ നമുക്ക് GDP കിട്ടും. ആ GDP നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എത്രമാത്രം നമ്മുടെ രാജ്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നു, അതുവഴി എത്രമാത്രം കമ്പനികൾക്ക് വരുമാനം ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് GDP കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി ഇക്കണോമി വളരുന്നു എന്നാണ് അർത്ഥം. GDP കുറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കണോമി തളരുന്നു എന്നാണ് അർത്ഥം. GDP വളരുന്നു എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം കൺട്രോൾഡ് ഇൻഫ്ലേഷൻ അതിനോടൊപ്പം തന്നെ വളരുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ട് GDP വളരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇക്കണോമി വളരെ പോസിറ്റീവ് ആയിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. ഇന്ത്യൻ ഇക്കണോമിയുടെ അഡ്വാൻറ്റേജ് അതാണ്. അപ്പോൾ നമ്മൾ താങ്ക്സ് ടു മൻമോഹൻ സിംഗ്, താങ്ക്സ് ടു യശ്വന്ത് സിൻഹ, താങ്ക്സ് ടു ദ ഹയസ്റ്റ് കുറേയധികം ഏറ്റവും കൂടുതൽ കാലം നിന്ന് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ, ഇവരുടെയൊക്കെ ആക്ടിവിറ്റികൾ കാരണം കൊണ്ടാണ് എന്തുണ്ടായത്? നമ്മുടെ GDP വളരുകയും എന്നാൽ നമ്മുടെ ഇൻഫ്ലേഷൻ ദിനം താഴുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇക്കണോമി ഇത്ര വലിയ ബൂസ്റ്റ്. ഇതൊന്നും നിർമ്മല സീതാരാമൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോ അതിനൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മൾ കഴിഞ്ഞ 75 കൊല്ലം കൊണ്ടോ 80 കൊല്ലം കൊണ്ടോ നമ്മുടെ ഇക്കണോമിയിൽ നമ്മൾ ചെയ്ത മാറ്റങ്ങളാണ് അതിന്റെ റിസൾട്ടായിട്ട് വരുന്നത്. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ആൾക്കാർക്ക് ചില ഹാബിറ്റുകളുണ്ട്, സേവിങ്സ് ഹാബിറ്റുകളും ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റുകളും. അത് നമ്മുടെ രാജ്യത്തിന്റെ ഇക്കണോമിയെ വർദ്ധിപ്പിക്കും. ഇപ്പോൾ എന്താണ്, ബാങ്കോക്ക് അല്ലെങ്കിൽ തായ്ലൻഡ്
അവിടുത്തെ ആൾക്കാരുടെ വരുമാനം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സേവിങ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഹാബിറ്റിനനുസരിച്ചിട്ടാണ്. ബാങ്കോക്കിൽ അല്ലെങ്കിൽ തായ്ലൻഡിലൊന്നും ഒരു സാധനവും ഉണ്ടാക്കി അവർ വിൽക്കുന്നില്ല. അവരുണ്ടാക്കി വെക്കുന്നുണ്ടോ? എന്നിട്ടാണോ വലിയ കമ്പനികളൊക്കെ നടത്തിയിട്ടാണോ വരുമാനം ഉണ്ടാക്കുന്നത്? അല്ല. നമ്മൾ ആ സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന വരുമാനം. ഒരു സമയത്ത് അവിടെ ആരും പോകാതെയാലോ. യു ജസ്റ്റ് തിങ്ക് വാട്ട് ഹാപ്പൻ ടു ഗോവ. ഇന്ത്യയിലെ ഗോവയ്ക്കുണ്ടായ സംഭവം എന്താ? ഗോവ വാസ് എ പ്രൈമറി ലൊക്കേഷൻ. ഇന്ത്യയിൽ എവിടെ ആൾക്കാർ അടിച്ചു പൊളിക്കാൻ പോവാണെങ്കിലും അവർ പോകുന്ന സ്ഥലം ഏതായിരുന്നു? ഗോവയായിരുന്നു. ഇന്ന് ഗോവയിലേക്ക് ആരെങ്കിലും പോകാറുണ്ടോ? വളരെ കുറവാണ് കേട്ടോ. ഗോവയുടെയൊക്കെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഗോവയുടെ ടൂറിസ്റ്റ് ഇൻഡെക്സിൽ ഗോവ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഗോവയിലത്തെ ആൾക്കാർ, നേറ്റീവ് ഗോവൻസ് ഈ ടൂറിസ്റ്റുകളെ ഒരു സെക്കൻഡ് ക്ലാസ് ആൾക്കാരായിട്ടാണ് കാണുന്നത്. റൂം തരില്ല, രാത്രി എവിടെയെങ്കിലും കണ്ടാൽ ആൾക്കാർ അത് പറയുക, കഥ പറയുക, ചീത്ത പറയുക. സോ മെനി ഇഷ്യൂസ്. ടാക്സിക്കാർ ഭയങ്കര ഇഷ്യൂ ആണ് ഗോവയിൽ. ഓട്ടോമാറ്റിക് എന്ത് സംഭവിച്ചു? ഗോവയിൽ വേറെ ഒന്നുമില്ല, വേറെ ബിസിനസ് ഒന്നുമില്ല. അപ്പൊ ഈ ആൾക്കാർ ഗോവയിലേക്ക് ട്രെയിൻ കണക്കിനും ഫ്ലൈറ്റ് കണക്കിനും വന്ന് ഇറങ്ങണം. എന്നിട്ട് അവരതിങ്ങനെ കറങ്ങി നടന്ന് കുറെ സാധനങ്ങൾ വാങ്ങി മിണുങ്ങണം. എന്നിട്ട് അവിടുന്ന് കുറെ കള്ളൊക്കെ കുടിച്ച് അവിടെ കടന്നിട്ട് എണീറ്റ് പോകണം. അത്ര ആവശ്യം. ഗോവയിൽ വേറെ എന്താ? കാസിനോസ്, ബാറുകള്, ഡാൻസ് ബാറുകള്, അടിച്ചു പൊളിക്കുന്നത്. വേറെ എന്താണല്ലേ ഉണ്ടോ? അരി വാങ്ങാനോ ഗോതമ്പ് വാങ്ങാനോ കാര്യങ്ങൾ ഗോവയിലേക്ക് പോകുമോ? ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തുണ്ടാക്കിയേ? സിംപിളി ദ ബിസിനസ് ഹസ് കം ഡൗൺ. ആൾക്കാർ എന്ത് ചെയ്തു? ഇത് ശ്രീലങ്കയിലേക്ക് പോകാൻ തുടങ്ങി. കാരണം എന്താ? ശ്രീലങ്കയിലെ ഇക്കണോമി തളർന്നു കിടക്കുകയാണ്. അവിടെ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. ശ്രീലങ്കക്കാർ എന്ത് ചെയ്തു? വന്നോളൂ എവിടേക്ക് വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും. അവർ തന്നെ ട്രെയിൻ ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്, അവർ തന്നെ കൊണ്ടുപോകുന്നു, അവർ തന്നെ കാണിക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. തായ്ലൻഡ് ഗോവയിലേക്ക് പോണേക്കാളും ചെറിയ പൈസയിൽ നിങ്ങൾക്ക് ബാങ്കോക്കിലേക്കോ പട്ടായക്കോ തായ്ലൻഡിലോ പോയിട്ട് വരാം. See, we need to understand. ഒരു ഇക്കണോമിയുടെ വളർച്ച എന്ന് പറയുന്നത് ഇക്കണോമിക്ക് പല കമ്പോണൻസ് ഉണ്ടായിരിക്കാം. അപ്പൊ ഒരു രാജ്യത്തിന്റെ GDP എന്തിൽ ഡിപ്പെൻഡ് ചെയ്യണു എന്ന് വളരെ ഇമ്പോർട്ടൻ്റ്. GDP മാത്രം നോക്കിയാൽ പോരാ, GDP എന്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഔട്ട്സൈഡ് ആൾക്കാരുടെ ചെലവുകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ മറ്റു പല കാരണങ്ങളും എന്തുണ്ടാക്കാം? നമ്മുടെ GDP കുറയ്ക്കാൻ കാരണമായേക്കാം. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ഡിപ്പെൻഡിങ് ഓൺ എനിബഡീസ് ഇക്കണോമി, വി ആർ ഡിപ്പെൻഡിങ് ഓൺ അവർ ഓൺ ഇക്കണോമി. നമുക്ക് സ്വന്തം കാപ്പബിലിറ്റി ഉണ്ട് മാനുഫാക്ചർ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇക്കണോമി വളരുന്നത്. ദെൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ ഹാബിറ്റ് ഓഫ് സേവിങ്സ്. ചില ആൾക്കാരുണ്ട് കിട്ടുന്ന പൈസ മുഴുവൻ ചെലവാക്കും, അടിച്ച് പൊളിക്കുന്ന ആൾക്കാർ. ചില ആൾക്കാർ എന്താ ചെയ്യുക? കിട്ടുന്ന പൈസ എത്രയും നല്ല കണക്കുണ്ടായിരിക്കും, അതിൽ എത്ര ചെലവാക്കും എന്ന് തീരുമാനിക്കും. ബാലൻസ് പൈസ ചെലവാക്കൂല, അയാൾ മാറ്റിവെക്കും. ഈ മാറ്റിവെക്കുന്ന പൈസ അയാൾ അവിടെ കൊണ്ടിടും, ബാങ്കിൽ കൊണ്ടിടും. കൂടുതൽ വരുമാനം കിട്ടിയെങ്കിൽ പോസ്റ്റ് ഓഫീസ് കൊണ്ടിടും. കൂടുതൽ വരുമാനം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സെക്യൂരിറ്റീസിലിടും. അപ്പൊ നിങ്ങളുടെ രാജ്യത്തിൽ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് GDP അനലൈസ് ചെയ്യണം. നിങ്ങളുടെ രാജ്യത്തെ ആൾക്കാരുടെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് അനലൈസ് ചെയ്യണം. ഇന്ത്യക്കാർ പ്രിഡോമിനന്റ്ലി ഒരു 10 കൊല്ലം മുമ്പ് വരെ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് ഇപ്പൊ നിങ്ങളുടെ പ്രായത്തിൽ 16, 17, 18 വയസ്സുള്ള കുട്ടികളാണ് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ദ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഈസ് ഇൻക്രീസ്ഡ്. അതർ കമ്പോണന്റ്. 3, ഇൻഫ്ലേഷൻ ഒരു കമ്പോണന്റ് ആണ്. എന്താണ്? സി, ഇഫ് ദ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുകയാണ്, ഈ ഗ്രോത്ത് റേറ്റിനോടൊപ്പം ഇൻഫ്ലേഷൻ റേറ്റും കൂടുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. രാജ് സർ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. GDP വളരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളുടെ രാജ്യത്തിന് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ GDPയുടെ വളർച്ചയോടൊപ്പം നിങ്ങളുടെ ഇൻഫ്ലേഷനും വളരുകയാണെങ്കിൽ നിങ്ങളുടെ വളർച്ച കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആ രാജ്യത്തിന്റെ ഇൻഫ്ലേഷൻ, GDP റേറ്റ്, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, അത് കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത് എപ്പോഴാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, പിന്നെ പറയാം എന്നാണ് ഇന്നത്തെ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്? ഈ GDP റേറ്റും ഇൻഫ്ലേഷൻ റേറ്റിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റും കുറയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? പർച്ചേസിങ് പവർ കയ്യിൽ കൂടുതൽ വരും. ആൾക്കാരുടെ കയ്യിൽ സാധനം കൂടുതൽ വാങ്ങും. പക്ഷെ സാധനങ്ങൾ കൂടുതൽ വാങ്ങുമ്പോൾ പിന്നീട് ഇൻഫ്ലേഷൻ ഉണ്ടാകാവുന്ന നെഗറ്റീവ് മാറ്റങ്ങളെ പിടിച്ചെടുക്കാൻ, സ്പോഞ്ച് പോലെ പിടിച്ചെടുക്കാൻ നിങ്ങളുടെ എക്കണോമിക്ക് സാധിക്കണം. അതായത് ഇൻഫ്ലേഷൻ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും കാരണം കൊണ്ട് ഇൻഫ്ലേഷൻ ബൗൺസ് ബാക്ക് ചെയ്താലോ? ആ സമയത്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിലോ സാധനങ്ങൾ ആരും വാങ്ങില്ല. ഇൻഫ്ലേഷൻ കൂടുന്നതോടുകൂടി എന്താണ്ടാവുക? ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ കാശുണ്ടാവും, പക്ഷെ കമ്പനികൾ എന്ത് ചെയ്യും? കമ്പനികൾക്ക് വിൽക്കാൻ പറ്റില്ല, ഈ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല അവർക്ക്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? പർച്ചേസിംഗ് പവർ കുറയാണ്. ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ നിങ്ങളുടെ പർച്ചേസിംഗ് പവർ എന്തായിരിക്കും? കൂടില്ല, കുറയുള്ളൂ. ഓട്ടോമാറ്റിക്കലി എന്താ? ആൾക്കാർ വാങ്ങില്ല. കമ്പനികൾ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് കൊണ്ട് ധാരാളം, നിങ്ങളിത് ഇക്കണോമി ആലോചിക്കേ, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ എന്തുണ്ടാവും? നിങ്ങളുടെ കയ്യിലേക്ക് ലോൺ കിട്ടും, ധാരാളം പൈസ നിങ്ങൾക്ക് ലോൺ എടുക്കാം.
ഇൻഫ്ലേഷൻ കൂടിയാൽ എന്താ ഉണ്ടാവുക? 10 രൂപയുടെ സാധനം വാങ്ങണമെങ്കിൽ 12 രൂപ കൊടുക്കണം. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ രാജ്യത്തില് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, ഇൻഫ്ലേഷൻ കൂടി, അപ്പൊ എന്താ ഉണ്ടാവേ? ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം എന്തുണ്ടാവുക? നിങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂടുവോ? പർച്ചേസിംഗ് പവർ കുറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞപ്പോ നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്. കമ്പനികൾ എന്താ ചെയ്യുക? ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ഉടനെ തന്നെ കൂടുതൽ ലോൺ എടുത്ത് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കും. സാധാരണ ആവശ്യമുള്ളതിനെക്കാട്ടിലും കൂടുതൽ സാധനം ഉണ്ടാക്കും. പക്ഷേ കസ്റ്റമറുടെ കയ്യിലെ പർച്ചേസിംഗ് പവർ കൂടാത്തത് കൊണ്ട് അയാൾക്ക് അത്രമാത്രം സാധനം വാങ്ങാൻ സാധിക്കില്ല. ശരിയല്ലേ? ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? കമ്പനികളിൽ സ്റ്റോക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ആ സാധനങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് കമ്പനികൾ ഡിസ്കൗണ്ട്സുകളും മറ്റും നടത്താൻ ശ്രമിക്കും. മെല്ലെ മെല്ലെ കമ്പനികൾ ഫിനാൻഷ്യൽ ഡിസ്ട്രസ്സിലേക്ക് പോകും, ബാങ്ക്രപ്റ്റ് ആകും, ഇൻസോൾവെന്റ് ആകും. അപ്പോ നമ്മൾ ഇതിന്റെ മൂന്നിന് റിലേഷൻ ഉണ്ട്. GDP, ഇൻഫ്ലേഷൻ, ദെൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് മൂന്നും ഒരേപോലെ. അതാണ് ഇന്ന് റിസർവ് ബാങ്കിന്റെ ഗവർണർ ഇന്നലെ പറഞ്ഞത്. We are definitely there is scope for further reduction in interest rate, but we have not decided when it has to be done. അദ്ദേഹത്തിന്റെ വറി എന്താണ്? ഇൻഫ്ലേഷൻ ഏത് രീതിയിലാണ് റീബൗണ്ട് ചെയ്യാൻ അറിയില്ല. കാരണം വിന്റർ ആണ്. വിന്റർ കഴിഞ്ഞോടുകൂടി ചിലപ്പോൾ എന്തുണ്ടാകാം? അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് കുറയാം. അപ്പൊ വീണ്ടും ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടാം. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടാണെങ്കിൽ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കൂടാം. സോ ടോട്ടൽ ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അവർ കുറയ്ക്കില്ല. അവർ ഡിസംബർ ഒരു വെയിറ്റ് ചെയ്യും. സോ ഇതിന് പിന്നൊക്കെ ധാരാളം ചിന്തകളുണ്ട്, അനാലിസിസ് ഉണ്ട്. ഇതൊക്കെ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ഭാഗമാണ്. അപ്പോൾ GDP റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്, ദെൻ ബഡ്ജറ്റ്. ഒരു രാജ്യത്തിന്റെ ബഡ്ജറ്റ് ഒരു ഡയറക്ഷൻ കൊടുക്കും. നോക്കൂ, MSMEയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം കൊടുക്കുന്ന ഒരു ബഡ്ജറ്റാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിക്ക് വളർച്ച ഉണ്ടാവും. നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ്? CGT MSc, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്. എന്താ? ഇവര് ലോൺ എടുത്താൽ ആ ലോൺ അവർ തിരിച്ചടച്ചില്ലെങ്കിൽ ആര് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്? നബാർഡ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. നബാർഡിന് ആരാ പൈസ കൊടുക്കുന്നത്? ഗവൺമെന്റാ കൊടുക്കുന്നത്. മുദ്ര ലോണ് ഇല്ലേ? അപ്പൊ അങ്ങനെ ചില പ്രൊമോട്ട് ചെയ്യുന്ന ബഡ്ജറ്റുകൾ വന്നു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാറേണ്ടത്. നമ്മൾ ഫണ്ടമെന്റലി അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ITCയെക്കാട്ടിലും ആൾക്കാർക്ക് താല്പര്യം എന്തിലായിരിക്കും? നല്ല MSME കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ SME കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അതിന് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ധാരാളമുണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്പുകൾക്ക് എത്ര പൈസ കിട്ടുന്നത്? സ്റ്റാർട്ടപ്പുകൾക്ക് ധാരാളം സപ്പോർട്ടുകൾ കിട്ടിയിട്ട് വളർന്നു വന്ന കമ്പനികളാണ്. ഇനി അങ്ങോട്ട് വളരാൻ സാധ്യത, വളരെ പെട്ടെന്ന് വരുമാനം കൂടാനുള്ള സാധ്യത സ്റ്റാർട്ടപ്പിനുണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ടാക്സ് സ്ട്രക്ചർ, നിങ്ങളുടെ രാജ്യത്തിലെ ടാക്സ് സ്ട്രക്ചർ. ഇനി നിങ്ങളുടെ രാജ്യത്തെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഭയങ്കര കൂടുതലാണെങ്കിലോ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഇന്നലെ എവിടെ പറഞ്ഞില്ലേ? നമ്മൾ ഏതൊരു ഡിവിഡന്റിനെ കുറിച്ച് എന്താ പറയുന്ന സമയത്ത്, ഡിവിഡന്റ് കിട്ടുന്നതിന് മുമ്പ് ഷെയർ ആദ്യം വിൽക്കുകയും പിന്നെ വാങ്ങുകയും ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ? നടന്നിട്ടാണ് പറഞ്ഞത്. ഷെയർ വിൽക്കും, ആ പെർട്ടിക്കുലർ ആക്ഷന്റെ മുമ്പ് ഷെയർ വിൽക്കും, അത് കഴിഞ്ഞിട്ട് ഷെയർ വാങ്ങും. അപ്പോൾ എന്താണ്? ടാക്സിന്റെ 12% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, എന്നാൽ 30% പേഴ്സണൽ ഇൻകം ടാക്സ്. അത് ക്യാപിറ്റൽ ഗെയിൻ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൾക്കാർ ടാക്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇത് ചെയ്യുന്നു. അത് ഏത് ടോപ്പിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഇതിന് ഏത് ടോപ്പിക്കായിരുന്നു? കമ്പനിയിലോ ആയിരുന്നു? CFM ഏതായിരുന്നു ടോപ്പിക്ക്? വർക്കിംഗ് ക്യാപിറ്റൽ. അതിലൊരു ടോപ്പിക്കിലാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു എന്താണ്, നമുക്ക് ഡിവിഡൻഡ് കിട്ടുകയാണെന്ന് കരുതുക. ഡിവിഡൻഡിന് തൊട്ട് മുമ്പ് നമ്മൾ ആ ഷെയറാണ് വെക്കും. ചില കമ്പനികൾ അങ്ങനെ. ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞ്, ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റിനെ കുറിച്ച് എന്താ പറയുമ്പോഴാണ് പറഞ്ഞത്. നമ്മൾ ഒരു സെക്യൂരിറ്റി, ലിസ്റ്റഡ് സെക്യൂരിറ്റി ആണ്, അതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ അതിനെ വിൽക്കും. അത് വിറ്റാൽ എന്താണ്? നിങ്ങൾക്ക് ഹൈ പ്രൈസിൽ അത് വിൽക്കാൻ സാധിക്കും. ഹൈ പ്രൈസിൽ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, വാങ്ങിയ വില മൈനസ് വിറ്റ വില, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എത്ര ശതമാനം? 12%. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം എന്താ ഉണ്ടാവുക? അതിന്റെ വില താഴോട്ട് വരും. അപ്പൊ തന്നെ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും? ആ സെക്യൂരിറ്റി തിരിച്ചു വാങ്ങും. അപ്പൊ ഞാൻ എന്റെ ടാക്സ് ഞാൻ കുറച്ചില്ലേ? ഇപ്പൊ ഇവിടെ തിരിച്ചാലോചിച്ച് നോക്കിയേ. നിങ്ങളെ ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് അത് വിറ്റില്ല, ഇൻട്രസ്റ്റ് വാങ്ങി. ഇൻട്രസ്റ്റ് എങ്ങനെയാ ടാക്സ് ചെയ്യുക? നോർമൽ സ്ലാബില്. എത്രയാണ് നോർമൽ സ്ലാബ്? 30%. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ 12% പകരം എത്ര അടക്കേണ്ടി വരും? 30% അടക്കേണ്ടി വരും. ഇതൊരു ടാക്സ് മാനേജ്മെന്റ് ടിപ്പാണ്. ഇത് ഞാൻ ഇന്നലെ ഏതൊരു ടോപ്പിക്കിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് കണ്ട് അറിയാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എന്തോ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു. നല്ല ഓർമ്മ അതൊക്കെ.
ടാക്സ് സ്ട്രക്ചർ, നിങ്ങളുടെ രാജ്യത്തിലെ ടാക്സ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂടുതലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ടാക്സ് സ്ട്രക്ചർ, അതും നിങ്ങൾക്ക് എന്തായി മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കാം. ഉദാഹരണം, ഇഫ് യു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ടാക്സ് 7 എന്താ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്? ടാക്സ് സ്ട്രക്ചറിലെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുന്ന സമയത്ത് ആ രാജ്യത്ത് എത്രമാത്രം ടാക്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എത്രയാണ്, ഇൻകം ടാക്സ് എത്രയാണ്, ഇതും നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ മറ്റുള്ള ഫാക്ടേഴ്സ് ലൈക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ്, മൺസൂണ്, അഗ്രികൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, ഡെമോഗ്രാഫി, ഇങ്ങനത്തെ പലതും നമ്മൾ കൺസിഡർ ചെയ്യും. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ഇക്കണോമിയെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് കമ്പോണന്റ് ആണ് ഇക്കണോമി അനലൈസ് ചെയ്യുന്നു. ഇക്കണോമി അനലൈസ് ചെയ്യുന്ന സമയത്ത് GDP, സേവിങ്സ്, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ്, ബഡ്ജറ്റ്, ടാക്സ്, മറ്റുള്ള ഫാക്ടേഴ്സ്, രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രി ലെവൽ അനാലിസിസ് നടത്തും. ഇൻഡസ്ട്രി ലെവൽ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അനാലിസിസ്. എന്താണ്? ഒരു ഇക്കണോമിയിൽ ധാരാളം ഇൻഡസ്ട്രി ഉണ്ട്. ഷിപ്പിംഗ് ഇൻഡസ്ട്രി, എയർലൈൻ ഇൻഡസ്ട്രി, റെയിൽവേ ഇൻഡസ്ട്രി, ബസ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അതിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലായിരിക്കും നിങ്ങൾ. ഇക്കണോമി അടിപൊളിയാണെങ്കിലും ഇൻഡസ്ട്രി അടിപൊളിയാണെന്നില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ഇൻഡസ്ട്രിയെ കുറിച്ച് ആദ്യം നമ്മൾ ഇക്കണോമി അനലൈസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുന്നത്. ഏത് ഇൻഡസ്ട്രിയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ ഇൻഡസ്ട്രിയെ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു. ഇൻഡസ്ട്രി അനാലിസിസ്. ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയല്ല. രാജ്യത്തിലെ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ, ഒരു കമ്പനിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രി എങ്ങനെയാണ് ആ ഇക്കണോമിയിൽ, എന്താണ് അതിന്റെ പ്ലേസ് എന്നും രാജ്യത്തിന്റെ ഇക്കണോമിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ തരം പ്രോഡക്റ്റുകളോ സർവീസുകളോ ഉണ്ടാക്കുന്ന കുറേയധികം കമ്പനികളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പാർട്ടിസിപ്പൻസിന്റെ പെർഫോമൻസ് ഡെഫിനറ്റ് ആയിട്ടും എന്താകാം? മറ്റുള്ള പാർട്ടിസിപ്പൻസിനെയും ബാധിച്ചേക്കാം. അതായത് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലെ ഒരു പർട്ടിക്കുലർ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈപ്പ് നമ്പർ ഓഫ് കമ്പനീസ് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളും പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഉദാഹരണം, തെലുങ്ക് സിനിമ എടുക്കാം. തെലുങ്ക് സിനിമ മുഴുവനും മിത്തോളജിക്കൽ ബേസ്ഡ് സിനിമകളാണ്. ആ ഇൻഡസ്ട്രിയുടെ ബ്യൂട്ടി അതാണ്. എന്താണ്? മിത്തോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ അവിടെ വിജയിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ആ സിനിമകളിൽ മിത്തോളജിക്കൽ സിനിമയാണെങ്കിൽ അത് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു അസംപ്ഷൻ നമുക്കുണ്ടാവും. ഇൻഡസ്ട്രി അനാലിസിസിലാണ്. രാജ്യത്തിന്റെ ഇക്കണോമി അടിപൊളി ആയതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയുടെ പെർഫോമൻസ് അടിപൊളിയാവണമെന്നുണ്ടോ? നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ പെർഫോമൻസ്, നിങ്ങൾ അടങ്ങുന്ന ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് നന്നായതുകൊണ്ട് നിങ്ങളുടെ കമ്പനി നന്നാവണമെന്നുണ്ടോ? ഇല്ല, ഇതൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഇൻഡസ്ട്രി ഇപ്പൊ മലയാളം ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ആ ഇൻഡസ്ട്രിയിൽ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ പടമാണെങ്കിൽ ചിലപ്പോൾ പൈസ കിട്ടിയേക്കാം, മറ്റുള്ളവരുടെ പടമാണെങ്കിൽ കിട്ടി പോയാ പോയി, ഇത്രേ ഉള്ളൂ. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഒരു ഗ്യാരണ്ടി ഇല്ല. ആരുടെ പടം വിജയിക്കുന്ന ഗ്യാരണ്ടി ഉണ്ടോ ഇവിടെ? ഒരു ഗ്യാരണ്ടി ഇല്ല. എന്നാൽ തമിഴ്നാട്ടിൽ പോയാൽ വിജയുടെ പടം എന്തായാലും വിജയിക്കും, രജനീകാന്തിന്റെ പടം വിജയിക്കും, കമലഹാസൻ ചിലപ്പോ നല്ല പടം എടുക്കുന്ന ആളാണ് സൂര്യ. അവിടെ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് സൂര്യ എടുത്ത എല്ലാ പടവും വിജയിക്കണമെന്നില്ല, പക്ഷെ വിജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഗ്യാരണ്ടി കേരളത്തിലുണ്ടോ? ഇല്ല. അപ്പൊ ഓരോ ഇൻഡസ്ട്രിയുടെയും അവരുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിന് മെജോറിറ്റി കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളും പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇൻഡസ്ട്രി അനാലിസിസ് ആണ്. ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ കമ്പനികളും ഒരുപോലെ പെർഫോം ചെയ്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കേണ്ട, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ there is an assumption, അത്രേ ഉള്ളൂ. Then പക്ഷേ ടു ദ എക്സ്റ്റെൻഡ് ആർ ദ ഇൻഡസ്ട്രി ലോസസ്, ദ ഇൻഡസ്ട്രി കോമ്പിനേഷൻ എന്താ പറയുന്നത്? ഹാവിംഗ് എ കോമൺ മാർക്കറ്റ്, ദ പാർട്ടിസിപ്പന്റ് ഇൻഡസ്ട്രി ഫേസ് സിമിലർ പ്രോബ്ലംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. കാരണം ഇവരെല്ലാം ഒരു പർട്ടിക്കുലർ മാർക്കറ്റിലെ ഒരേ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയാണ് കാറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഒരുപോലെ ആകാനും ഒരേപോലത്തെ ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ, ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, നെഗറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ, ആ ടെക്നോളജിക്കൽ ചേഞ്ചസ് ആകാം, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രിഫറൻസ് ചേഞ്ചുകളാകാം, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചേഞ്ചുകളാകാം. ഇതൊക്കെ ആരെയും ബാധിച്ചേക്കാം. ആ ഇൻഡസ്ട്രിയിലെ എല്ലാ കമ്പനികളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ദ ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ ആൾസോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി ആദ്യമായിട്ടൊരു സാധനം കണ്ടെത്തുന്നു, അതിനെ ഇൻഡസ്ട്രിയുടെ പയനീർ സ്റ്റേജ് എന്ന് പറയുന്നു. പയനീർ അതായത് സംബഡി ഈസ് ഇൻവെന്റിങ് എ ന്യൂ പ്രോഡക്റ്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് സാം ആൾട്ട്മാൻ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ സാം ആൾട്ട്മാൻ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ടോക്ക് അബൌട്ട് എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് പയനീറിംഗ് സ്റ്റേജ് ആണ്. പയനീറിംഗ് സ്റ്റേജ്. ഹി വാസ് ദ പയനീർ. ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ലോഞ്ച്. ഫോർഡ്, ഹെൻറി ഫോർഡ് ഓട്ടോമൊബൈൽ കാറുകൾ ലോകത്ത് ആദ്യമായിട്ട് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നടത്തിയ പയനീർ ആണ് ആര്?
ഹെൻറി ഫോർഡ്. അയാൾ പയനീർ ആണ്, അയാളാണ് അത് ആദ്യമായിട്ട് ചെയ്തത്. ഇത് പയനീർ എന്ന് പറയുന്നത്. ഈ പയനീറിംഗ് സ്റ്റേജിൽ എന്തുണ്ടാവും? 1-2 കമ്പനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഇൻഡസ്ട്രിയിൽ. പിന്നീട് എന്താവും? എക്സ്പാൻഷൻ സ്റ്റേജ് വരും. എന്താ? ഡീപ് സീക്ക് വരും, ജെമിനി വരും, ധാരാളം തക്കട തരികട പരിപാടികൾ, വെർപ്ലക്സിറ്റി എന്നൊക്കെ പറഞ്ഞ കുറേ കമ്പനികൾ എയിലേക്ക് വന്നു. അതെന്താണ്? എക്സ്പാൻഷൻ സ്റ്റേജിലാണ്. ഒരു ലെവൽ ഓഫ് എക്സ്പാൻഷൻ കഴിഞ്ഞാലോ അവിടെ നിന്ന് എന്തുണ്ടാവുന്നു? അവിടുന്ന് മെല്ലെ ആ സ്റ്റാഗ്നേഷൻ സ്റ്റേജിലേക്ക് എത്തും. സ്റ്റാഗ്നൻ്റ് ആവും. പിന്നെ ആ സെയിൽ മുകളിലേക്ക് പോവില്ല. ആ സ്റ്റേജിനെ പറയുന്നത് സ്റ്റാഗ്നേഷൻ സ്റ്റേജ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊന്നുണ്ടാവും. അവിടെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ആ കമ്പനി മെല്ലെ ഇല്ലാണ്ടാവും. അപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് 3 സ്റ്റേജുകളുണ്ട്. ഇതിൽ ഏത് സ്റ്റേജിലാണ് ആ ഇൻഡസ്ട്രി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇഫ് ഐ വാസ് ഇൻവെസ്റ്റിംഗ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 10 years ബാക്ക്, ഞാൻ സാം ആൾട്ട്മാനെ നമ്മൾ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അത് പൈനറിംഗ് സ്റ്റേജിലായിരുന്നു. ആ പൈനറിംഗ് സ്റ്റേജിൽ ഞാൻ എടുക്കുന്ന റിസ്കിന് അനുസരിച്ചുള്ള വരുമാനം എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് അതൊരു എക്സ്പാൻഷൻ സ്റ്റേജിലാണ്. ധാരാളം കമ്പനികൾ വരുമ്പോൾ എനിക്ക് ഈ വരുമാനം കിട്ടാൻ ChatGPT തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. എനിക്ക് ജെമിനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പെർപ്ലക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, വേറെ എവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഐ ക്യാൻ ഗെറ്റ് സെയിം ഓർ റിലവൻറ്റ് റിട്ടേൺ. മോർ പ്ലേയേഴ്സ്. അത് ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോൾ എന്തുണ്ടാവും? ഇതിലെ പല കമ്പനികളും പൂട്ടും. അതിൽ 1-2 കമ്പനി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സ്റ്റാഗ്നേഷൻ സ്റ്റേജ് ആണ്. ബാക്കിയുള്ള കമ്പനികളൊക്കെ മെല്ലെ ഇല്ലാണ്ടാവും. ഇതിനെയാണ് സ്റ്റാഗ്നേഷൻ സ്റ്റേജ്. അവിടെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മെല്ലെ ആ ബിസിനസ് ഇല്ല, ആ ഇൻഡസ്ട്രി തന്നെ ഇല്ല. അങ്ങനെ എത്രയോ ഇൻഡസ്ട്രികൾ ഇല്ലാതായിട്ടുണ്ട്. ഇൻഡസ്ട്രികൾ ഇല്ലാതെയാവും. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഇൻഡസ്ട്രി എന്ത് സ്റ്റേജിലാഇപ്പോൾ ഉള്ളത്? എക്സ്പാൻഷൻ സ്റ്റേജിലാണ്, പൈനറിംഗ് സ്റ്റേജിലാണ്. ആദ്യം എങ്ങനെയാണ് പൈനർ ചെയ്തത്? ആദ്യം ഒരു സിംഗിൾ ഫ്യൂവൽ കാറുകൾ വന്നു. അതിനുശേഷം ഹൈബ്രിഡ് കാറുകൾ വന്നു. ആ ഹൈബ്രിഡിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലിഥിയം ബാറ്ററികളുടെ കണ്ടെത്തലാണ് ശരിക്കും പറഞ്ഞാൽ ഹൈബ്രിഡ് കാറുകൾ ഉണ്ടാക്കിയത്. ഹൈബ്രിഡ് കാർ അറിയാലോ എന്താണെന്നുള്ളത്. അതായത് പെട്രോൾ ഓടുകയാണെങ്കിലും അതെന്താ, ഒരു ബാറ്ററി ഇങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ടാവും. ഐഡിയൽ സ്റ്റേജിൽ അതെന്ത് ഉപയോഗിക്കില്ല, പെട്രോളോ ഡീസലോ ഉപയോഗിക്കില്ല. അത് ആ ബാറ്ററി മാത്രം ഉപയോഗിക്കുന്നത്, മൈലേജ് വർദ്ധിക്കുന്നത്. അതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. 2 തരം എനർജി ഉപയോഗിക്കുന്ന കാറുകൾ. അവിടെ നിന്ന് നമ്മൾ ഹൈബ്രിഡിലെ ഇലക്ട്രിക്കലിനെ ഉപയോഗിച്ച് മാത്രം കാർ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് കാർ, അത് പൈനിയർ സ്റ്റേജിലാണ്. ആദ്യത്തെ ഇലക്ട്രിക് വണ്ടികളൊക്കെ പൈനിയർ സ്റ്റേജിലായിരുന്നു. ഇന്ത്യയിലെ ഇലക്ട്രിക്കൽ പൈനിയർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വലിയ കമ്പനികളൊന്നുമല്ല. ബാംഗ്ലൂരിൽ ഒരു തുക്കട കമ്പനിയാണ്, ചെറിയൊരു കമ്പനി. 10-12 കൊല്ലം അയാള് സിംഗിൾ റോ ഉള്ള ഒരു കാർ ഉണ്ടാക്കി വിറ്റു. ഇലക്ട്രിക് കാർ. അത് കണ്ടുപിടിക്കൂ. അർഷിദ് ഒന്ന് കണ്ടുപിടിക്കുക. അർഷിദ് ആ ഗ്രൂപ്പിലുണ്ടോ? അപ്പൊ അർഷിദ് വേണ്ട, അജിത്ര കണ്ടുപിടിക്കുക. വെച്ചുള്ള പേരാണ് എനിക്ക് സൗണ്ടായിട്ട് പറയുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ബാംഗ്ലൂർ ബേസ്ഡ് ഇലക്ട്രിക്കൽ കാർ പൈനിയർ. ഈ കമ്പനിയെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ആര് ടേക്ക് ഓവർ ചെയ്യുന്ന അറിയാമോ നിങ്ങൾക്ക്? മഹീന്ദ്ര ടേക്ക് ഓവർ ചെയ്തു. മഹീന്ദ്ര എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് എത്തി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാർ ഇറക്കുന്ന വണ്ടി കമ്പനികൾ ഏതൊന്നാ? മഹീന്ദ്രയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു പയനിയർ സ്റ്റേജിൽ നിന്ന് എക്സ്പാൻഷൻ സ്റ്റേജിൽ ദർ ആർ ന്യൂമറസ് പ്ലേയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ആ മാർക്കറ്റും എല്ലാം അങ്ങോട്ട് പോയിട്ട് സാച്ചുറേറ്റ് ആവും. ഹൈഡ്രജൻ എനർജി വരും, ഓക്സിജൻ എനർജി വരും. എനിക്കറിയില്ല എന്ത് എനർജി വരുമെന്ന്. ദർ ആർ സോ മെനി അതർ എനർജീസ് ആർ കമ്മിങ് ഇൻ. ഹൈഡ്രജൻ ഈസ് another എനർജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓട്ടോമൊബൈൽസ്. അത് വരുമ്പോൾ എല്ലാം എന്താവും? അത് വീണ്ടും അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പൊ ഇൻഡസ്ട്രിയുടെ ഏത് സ്റ്റേജിലാണ് നിങ്ങളുടെ ഇൻഡസ്ട്രി നിൽക്കുന്നത് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം. എക്സ്പാൻഷൻ സ്റ്റേജിൽ എന്താ ഉണ്ടാവുക? പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഇങ്ങനെ കൂടും. ആൾക്കാർ അതന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. ആ എക്സ്പാൻഷൻ സ്റ്റേജ് കഴിയുമ്പോൾ എന്തുണ്ടാവുക? അവരുടെ എന്താണ് ഒരു എക്സ്പാൻഷൻ സ്റ്റേജിൽ എല്ലാവരും ഇത് വാങ്ങും. പൈനിയർ സ്റ്റേജിൽ എന്താണ്? അയ്യോ പുതുമയാണ്, അടിപൊളി എന്നിട്ട് വാങ്ങും. കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്താ ചെയ്യും? ഇന്ന് നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ, പണ്ട് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ ബ്രാൻഡ് നോക്കിയിട്ടാണ് വാങ്ങിയിരുന്നത്. ഇന്ന് ബ്രാൻഡ് മാത്രമൊന്നുമല്ല, ആൻഡ്രോയിഡ് ഫോണും iOS ഫോൺ, രണ്ട് ഫോണേ നമ്മുടെ കയ്യിലുള്ളൂ. ബ്രാൻഡിന് സെക്കൻഡ് പ്രിഫറൻസേ ഉള്ളൂ. ഇന്ന് വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. കണ്ടോ? അതൊരു എക്സ്പാൻഷൻ സ്റ്റേജിലാണ്. പല നല്ല ബ്രാൻഡുകൾ ഇല്ലാണ്ടായി. HTC ഇല്ല ഇന്ന്, സോണി ഇല്ല ഇന്ന്, നോക്കിയ ഇല്ല ഇന്ന്. വണ്ടി അവർ നിർത്തി. പാനസോണിക് ഇല്ല, ഷാർപ്പ് ഇല്ല. ഇവരൊക്കെ മൊബൈൽ ഇറക്കുന്ന വണ്ടികളാണ്, ഒക്കെ നിർത്തി. അപ്പൊ എന്തുണ്ടായേ? അത് എക്സ്പാൻഷൻ സ്റ്റേജിന്റെ പ്രശ്നമാണ്. പൈനിയർ സ്റ്റേജിൽ ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അവർ ഫ്രണ്ട് റണ്ണേഴ്സ്. LG ഏറ്റവും ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് LG. എക്സ്പാൻഷൻ സ്റ്റേജിൽ എന്തുണ്ടാവും? വലിയൊരു വളർച്ച ഉണ്ടാവില്ല. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ തുടങ്ങും. ആ സമയത്ത് അവിടെ ഗ്രോത്ത് ലെവൽ തന്നെ കുറയും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? അടുത്ത സ്റ്റേജ് വരികയാണ്. എന്ത്? സ്റ്റാഗ്നേഷൻ സ്റ്റേജ്. ഇപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതുമകളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റോപ്പ് ദ കമ്പനി.
അപ്പോൾ അവരെന്ത് ചെയ്യും? എക്സ്പാൻഷൻ സ്റ്റേജിൽ നല്ല വരുമാനം കിട്ടുമ്പോൾ കമ്പനിയാണ് നിർത്തും. ദാറ്റ് ഈസ് വാട്ട് LG ഹാസ് ഡൺ. അപ്പൊ എക്സ്പാൻഷൻ സ്റ്റേജിൽ നമുക്ക് ഗ്രോത്ത് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും മാർക്കറ്റിൽ. അടുത്ത സ്റ്റേജിൽ എന്തുണ്ടായിരിക്കും? നിങ്ങൾ പുതുമകളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആവും, നിങ്ങളുടെ സെയിൽസ് നിൽക്കും, മെല്ലെ മെല്ലെ ആൾക്കാർ നിങ്ങളെ വേണ്ടെന്ന് പറയും. ഏതാ കമ്പനി? എക്സാമ്പിൾ പറ. ഹിന്ദുസ്ഥാൻ മോട്ടോർ, അംബാസഡർ കാർ സ്റ്റാഗ്നേഷൻ സ്റ്റേജിലെത്തി, പുതുമകളൊന്നും കമ്പനിക്ക് ചെയ്യാൻ സാധിച്ചില്ല, കമ്പനി നിർത്തേണ്ടി വന്നു. ലോകത്ത് ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ കാറാണോ അംബാസഡർ? അല്ല. ഒരു സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർ എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഗവൺമെന്റിന്റെ എല്ലാ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് അടക്കം പോരുന്ന കാർ അംബാസഡർ ആയിരുന്നു. അംബാസഡർ ഇല്ലാത്ത റോഡ് നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ലായിരുന്നു 10 കൊല്ലം മുമ്പ്. ഇന്ന് അംബാസഡർ കാർ ഉണ്ടോ? ഇല്ല. കമ്പനി സ്റ്റോപ്ഡ്. 2004 അവർ നിർത്തി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സി യു ഹാവ് ടു ഹാവ് ഈ സ്റ്റേജ്, ഇൻഡസ്ട്രിയുടെ സ്റ്റേജും കൂടെ നിങ്ങൾ അനലൈസ് ചെയ്യണം. ദെൻ കമ്പനി അനാലിസിസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇക്കണോമി അനലൈസ് ചെയ്തു, ഇൻഡസ്ട്രി അനലൈസ് ചെയ്തു. അടുത്ത എന്താണ്? കമ്പനി അനലൈസ് ചെയ്യണം. കമ്പനി അപ്പൊ നമ്മൾ ഒന്നുകൂടി അടുത്തേക്ക് വരികയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഇക്കണോമി നോക്കി, അടിപൊളി ഇക്കണോമി. ഇൻഡസ്ട്രി സൂപ്പർ ഇൻഡസ്ട്രിയാണ്, അത് നമ്മളൊരു എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് വരുന്ന ഇൻഡസ്ട്രിയാണ്. ദെൻ ഈ കമ്പനി നമ്മൾ നോക്കാം. കമ്പനി എന്തൊക്കെ അനലൈസ് ചെയ്യേണ്ടത്? കമ്പനി അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ സ്പെസിഫിക് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണം. അത് നമുക്ക് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ഇൻഫർമേഷൻ കിട്ടാം. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇവരെ അനലൈസ് ചെയ്യുന്നത്. ദെൻ അതിൽ എന്തൊക്കെ കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? അവരുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, ഇതൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്യും. അത് കറക്റ്റ് ആണ്, കംപ്ലീറ്റ് ആണ്, കൺസിസ്റ്റന്റ് ആണ്, കമ്പയറബിൾ ആണെന്ന് ഉറപ്പുവരുത്തണം. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് അനലൈസ് ചെയ്യലല്ല, അത് ഇൻഡസ്ട്രിയിലുള്ള പോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണോ ചെയ്യുന്നത്, എല്ലാ നിയമവും കംപ്ലൈ ചെയ്തിട്ടാണോ, ഡമ്മി ഷീറ്റ് ഒന്നല്ലോ നമുക്ക് തന്നിട്ടുള്ളത്, അത് കമ്പയറബിൾ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യണം. Many popular and widely circulated source of information. ഈ കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ഇൻഫർമേഷൻ സോഴ്സുകൾ നമുക്ക് കമ്പനിയുടെ പുറത്തും ഉള്ളിലുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സോഴ്സുകൾ എന്ത് തരുന്നു? നിങ്ങൾക്ക് കമ്പനിയുടെ ഇൻഫർമേഷനും അതുമായി ബന്ധപ്പെട്ട ബേസിക് അനാലിസിസുകളും ഒക്കെ ഫ്രീ ആയിട്ട് മണി കൺട്രോളിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ധാരാളം ഇൻഫർമേഷൻസ് ഒരൊറ്റ സിംഗിൾ ക്ലിക്കിൽ ആ കമ്പനിയെ കുറിച്ച് കിട്ടും. കമ്പനി ഏത് ഇൻഡസ്ട്രിയാണ്, എത്ര വർഷമായി തുടങ്ങിയിട്ട്, ആരാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, ബോർഡ് എങ്ങനെയാണുള്ളത്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്, കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്, കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് എത്രയാണ്, കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഡിഫറൻസ് എന്താ, നിങ്ങൾക്ക് കുറേ അധികം ഡാറ്റകൾ ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഡാറ്റകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ കമ്പനികൾ പലപ്പോഴും പബ്ലിക് അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഓഫീസേഴ്സിന് പബ്ലിക് അനൗൺസ്മെന്റ് ഉണ്ടാവും. ഇപ്പോഴൊക്കെ നമുക്ക് കുറേ ഡാറ്റകൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ സോഴ്സുകൾ ലൈക്ക് വെബ്സൈറ്റുകൾ, അങ്ങനത്തെ ജേണൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാം. ദെൻ among the traditional techniques are forecasting expected dividends and earnings, used price earning ratios which help to determine whether the stock is fairly valued at a point of time. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആയ ടെക്നിക്കുകൾ ഉപയോഗിക്കും. അതുവഴി നമ്മൾ അതിന്റെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ, EPS, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. അതുവഴി നമുക്ക് ആ കമ്പനി ഇൻഡസ്ട്രിയിലെ നല്ലൊരു കമ്പനിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. സച്ച് അപ്രോച്ചസ് allow us to evaluate equity share for a short term horizon. ഇങ്ങനെ അവരുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഹൊറൈസണിൽ ഈ കമ്പനി എങ്ങനെയാണ് വളരാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മോഡേൺ മെത്തേഡുകളായ റിഗ്രഷൻ അനാലിസിസ്, അതുപോലത്തെ റിലേറ്റഡ് ടൂൾസ്, കോറിലേഷൻ അനാലിസിസ്, ഡിസിഷൻ ട്രീ അനാലിസിസ്, സിമുലേഷൻ അനാലിസിസ്, ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഇതിനുവേണ്ടി ഈ സെക്യൂരിറ്റി അനാലിസിസിന്റെ കമ്പനി അനാലിസിസിന് വേണ്ടി, ഫണ്ടമെന്റൽ അനാലിസിസിലെ കമ്പനി അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കും. ഫണ്ടമെന്റൽ അനാലിസിസ് ടൂൾസ് ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ടൂൾസ് ഏതൊക്കെയാണ്? ഒന്ന്, ഏണിംഗ് പെർ ഷെയർ. എന്താണ് ഏണിംഗ് പെർ ഷെയർ? ഒരു പർട്ടിക്കുലർ ഒരു ഷെയറിന് എത്രമാത്രം വരുമാനം കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന, നെറ്റ് പ്രോഫിറ്റ് എത്ര ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ഏണിംഗ് റേഷ്യോ, എത്രമാത്രം പ്രൈസിന് മുകളിൽ നമ്മൾ ഏണിംഗ് ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റഡ് ഏണിംഗ് ഗ്രോത്ത്, നമ്മുടെ കമ്പനി പ്രൊജക്റ്റഡ് ഏണിംഗ് ഗ്രോത്ത്, നമ്മുടെ ഏണിംഗ് ഗ്രോത്ത് എങ്ങനെയാണ്, ഏണിംഗിന്റെ വളർച്ച എങ്ങനെ ഉണ്ടാകാൻ സാധിക്കും. പ്രൈസ് ടു സെയിൽസ്, നിങ്ങൾക്ക് ഒരു സെയിൽസിനനുസരിച്ച് നിങ്ങളുടെ ഷെയർ പ്രൈസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കമ്പയർ ചെയ്യാൻ കേട്ടോ. ഇത് നമ്മളിവിടെ പറയുന്നു, ചില ആൾക്കാർക്ക് അവരുടെ ട്രഡീഷണൽ ടെക്നിക്സ് ആയിരിക്കും. ഇതിൽ കുറേ അധികം ഐഡിയകൾ തരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐഡിയ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഇതല്ലാത്ത ഐഡിയകൾ നിങ്ങൾക്ക് ഉണ്ടാകാം. പ്രൈസ് ടു സെയിൽസ്, പ്രൈസ് ടു ബുക്ക്, ആ ബുക്കിൽ നമ്മൾ ബുക്ക് വാല്യൂ, ബുക്ക് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ സെയിൽസ്, അതിൻ്റെ ഈ പ്രൈസ്. ദെൻ ഡിവിഡൻഡ് ഈൽഡ്, എത്ര ഡിവിഡൻഡ് കൊടുക്കുന്നു. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, കിട്ടിയ അവരുടെ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ട്, അതിൻ്റെ എത്ര ശതമാനമാണ് ഡിവിഡൻഡ് പേ ഔട്ട് അവർ ചെയ്യുന്നത്. ബുക്ക് വാല്യൂ പെർ ഷെയർ, ടോട്ടൽ നെറ്റ് വർത്ത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്. ദെൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി മുകളിൽ എത്ര വരുമാനം കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ധാരാളം മെത്തേഡുകളിൽ ചില മെത്തേഡുകൾ മാത്രമാണ്. ഇതിനോടൊപ്പം തന്നെ
ഇത് മനസ്സിലാക്കാൻ തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് റേഷ്യോ അനാലിസിസ്? ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞൊക്കെ റേഷ്യോ അനാലിസിസിൽ വരുന്നതാണ്. റേഷ്യോ അനാലിസിസ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇത് നമ്മൾ ശരിക്കും ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില പോയിന്റുകളാണ്. നമ്മൾ സാധാരണ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഏണിംഗ് പെർ ഷെയർ, പ്രൈസ് ഏണിംഗ് റേഷ്യോ, അല്ലെങ്കിൽ പ്രൈസ് ഏണിംഗ് ഗ്രോത്ത്, പ്രൈസ് ടു സെയിൽസ്, പ്രൈസ് ടു ബുക്ക്, ഡിവിഡൻഡ് ഈൽഡ്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ബുക്ക് വാല്യൂ പെർ ഷെയർ, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നൊക്കെ. ഇതൊക്കെ സാധാരണ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാനുള്ള ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ്. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഫണ്ടമെന്റൽ ടൂൾസ് എന്തൊക്കെയാണ്? ഒന്ന്, റേഷ്യോ അനാലിസിസ് നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആൻഡ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ബാലൻസ് ഷീറ്റ് ഷെഡ്യൂൾ 3 പറയുന്ന സമയത്ത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രെൻഡ് അനാലിസിസ് നമ്മൾ പഠിക്കുകയാണ്. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് അതും നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ്. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് 2-3 ബാലൻസ് ഷീറ്റ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം ഏതെങ്കിലും ഒരു ബാലൻസ് ഷീറ്റിലേക്ക് എത്തിക്കുക, അതിന്റെ ഫിഗറുകൾ എത്തിക്കുക, എന്നാലേ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. ദെൻ അത് നിങ്ങൾ മാത്തമാറ്റിക്കലി ചെയ്യുന്ന കാര്യമാണ്. ഫണ്ട് ഫ്ലോ അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടില്ല. ക്യാഷ് ഫ്ലോ അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാഷും ഫണ്ട് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞ മീര, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് ഫണ്ട്? ഇവൾ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളുടെ കുഴിമന്തി വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഫണ്ട് ഇല്ല എന്നാണോ പറഞ്ഞത്, ക്യാഷ് ഇല്ല എന്നാണോ പറഞ്ഞത്? അവൾക്ക് അത് അലർജിയാണ്, അവിടെയെങ്കിലും കഴിക്കാൻ പറ്റാന്ന് പറഞ്ഞു. എന്താ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ആൻഡ് ക്യാഷ്? പറഞ്ഞു. പോക്കറ്റിലുള്ളത്, ബാങ്കിലുള്ളത്. ക്യാഷ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്യാഷ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. നിങ്ങൾക്ക് വരാനുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല, നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ, കാശിന്റെ രൂപത്തിൽ അല്ലാതെ വന്നതാണെങ്കിൽ പോലും അതെന്തായിട്ട് കണക്കാക്കാം? ഫണ്ടായിട്ട് കണക്കാക്കാം. ക്യാഷ് എന്ന് പറഞ്ഞാൽ റിയൽ ക്യാഷ് കമ്മിങ്. ഫണ്ട് എന്ന് പറഞ്ഞാൽ കാശായിട്ട് വന്നിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവാം? കാശിന്റെ ഇമ്പാക്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതിനാണ് ഫണ്ട് എന്ന് പറയുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വളരെ ഈസി ആണത്. അതിൽ നമ്മൾ റേഷ്യോ അനാലിസിസ് നോക്കാം. റേഷ്യോ അനാലിസിസിൽ റേഷ്യോസ്, വ്യത്യസ്തമായ റേഷ്യോസ്. എന്തൊക്കെ റേഷ്യോസ് ഉള്ളത്? നമ്മുടെ റിവിഷനാണത്. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ? എന്താ ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞാൽ എത്ര പെട്ടെന്ന് പണം കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ലിക്വിഡിറ്റി റേഷ്യോ. ദെൻ ടേൺ ഓവർ റേഷ്യോ, സെയിൽസുമായി ബന്ധപ്പെട്ട റേഷ്യോകൾ. ലിവറേജ് റേഷ്യോ, ലോണും ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി ഒക്കെ ബന്ധപ്പെട്ട റേഷ്യോസ്. പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ, നമ്മൾ എത്രമാത്രം പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, അങ്ങനെയുള്ള റേഷ്യോസ്. ദെൻ കവറേജ് റേഷ്യോസ്, ഇൻട്രസ്റ്റ് കവറേജ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ് കവറേജ്, പ്രിൻസിപ്പൽ പേയ്മെന്റ് കവറേജ്, അങ്ങനെ ലോണൊക്കെ തിരിച്ചടയ്ക്കാനുള്ള എത്രമാത്രം പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നു എന്നാണ് കവറേജ് റേഷ്യോസ്. ദെൻ വാല്യുവേഷൻ റേഷ്യോസ്, പ്രൈസ് ഏണിംഗ് റേഷ്യോ, നമ്മൾ പറയില്ലേ ഒരു ബുക്ക് വാല്യൂ ഓഫ് ഷെയർ, അങ്ങനെയൊക്കെ കണക്കാക്കാം. ഓരോന്ന് വില കണ്ടെത്താൻ വേണ്ടിയിട്ട് സെയിൽസുമായിട്ട് ബുക്ക് വാല്യൂ എത്ര ഡിഫറൻസ് ഉണ്ട്, മാർക്കറ്റ് പ്രൈസും സെയിൽസുമായിട്ട് എന്താ ബന്ധമുണ്ട്, അതൊക്കെ വാല്യുവേഷൻ റേഷ്യോസ് ആണ്. നമുക്ക് ഓരോ റേഷ്യോസ് നോക്കാം. ലിക്വിഡിറ്റി റേഷ്യോയിൽ ഏതൊക്കെയാണ്? ഒന്ന് കറണ്ട് റേഷ്യോ. വാട്ട് ഈസ് കറണ്ട് റേഷ്യോ? കറണ്ട് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റീസ് ആണ് കറണ്ട് റേഷ്യോ. ഇതെന്ത് സഹായിക്കുന്നു? ഷോർട്ട് ടേം ലയബിലിറ്റികളും ഷോർട്ട് ടേം അസറ്റുകളും എത്രമാത്രമാണ്, അതിന്റെ ബന്ധം എത്രയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി 2:1 എന്ന് പറയുന്നത് അർത്ഥം എന്തായിരിക്കുക? 2 കറണ്ട് അസറ്റിന് ഒരു കറണ്ട് ലയബിലിറ്റിയേ ഉള്ളൂ. കമ്പനിയുടെ കയ്യിൽ കൂടുതൽ കറണ്ട് അസറ്റ് ഉണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയാണ്. അത് 1:2 ആണെങ്കിലോ നിങ്ങൾക്ക് ബാങ്ക്രപ്സി, ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ 2 രൂപ കടം കൊടുക്കാനുണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയേ ഉള്ളൂ? 1 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് കറണ്ട് അസറ്റ്, അതാണ് അനലൈസ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി. രണ്ടെന്താണ്? ആസിഡ് ടെസ്റ്റ് റേഷ്യോ. എന്താണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ? ആസിഡ് എന്ന് വളരെ പെട്ടെന്ന്. അപ്പൊ ലിക്വിഡ് അസറ്റ് ടു ലിക്വിഡ് ലയബിലിറ്റീസ്. അപ്പൊ നമ്മൾ എന്താ ശരിക്കും നമ്മൾ കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ് ആണ്. ലിക്വിഡ് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡ് അസറ്റ് ടു കറണ്ട് ലയബിലിറ്റീസ് ആണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഇനി ഇത് ആസിഡ് ടെസ്റ്റ് റേഷ്യോക്ക് ഇങ്ങനെ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. ലിക്വിഡ് അസറ്റ് ടു ലിക്വിഡ് ലയബിലിറ്റീസും ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ്. എന്നാൽ പെട്ടെന്ന് കൊടുക്കേണ്ട പൈസയ്ക്ക് പെട്ടെന്ന് കിട്ടാനുള്ള പണം ഉണ്ടോ എന്നുള്ളതാണ് ലിക്വിഡ്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ അപ്പോഴത്തെ ബോധം അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കറന്റ് ലയബിലിറ്റിക്ക് എത്രമാത്രം ലിക്വിഡ് അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അത് ലിക്വിഡ് റേഷ്യോ ആണ്. അപ്പോൾ കാണിച്ചിട്ടുണ്ട് ആസിഡ് റേഷ്യോ വന്നിട്ടുണ്ട്. എന്നാൽ ആസിഡ് റേഷ്യോ പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ് പറഞ്ഞാൽ കറന്റ് അസറ്റ് മൈനസ് ഇൻവെന്ററി. ഇൻവെന്ററി ലിക്വിഡ് അസറ്റ് അല്ല,
കറണ്ട് അസറ്റ് പെട്ടെന്ന് കാശാക്കാൻ പറ്റില്ല. അത് കാരണം ഒരു പ്രോഡക്റ്റ് ആക്കിയതിനു ശേഷം വിറ്റതിനു ശേഷം കാശാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി ഡിവൈഡ് ഈസ് ടു എന്താണ് കറണ്ട് ലയബിലിറ്റീസ്, അതും ആസെറ്റ് ടെസ്റ്റ് റേഷ്യോ ആണ്. ലിക്വിഡ് അസറ്റ് ടു ലിക്വിഡ് ലയബിലിറ്റീസും എന്താണ് ആസെറ്റ് ടെസ്റ്റ് റേഷ്യോ ആണ്. അപ്പൊ നിങ്ങൾ അവിടെ നോക്കുന്ന സമയത്ത് ഇതിനൊന്നും പ്രത്യേകിച്ച് തിയറികളൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഇതെല്ലാം വേറൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഇത് മാത്രം അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതൊക്കെ നിങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് എഴുതുക, അതിനെ അറിയേറ്റ് ചെയ്യാം. ടേൺ ഓവർ റേഷ്യോ ഏതൊക്കെയാണ്? ഒന്ന് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. എന്താ ഇൻവെന്ററി ടേൺ ഓവർ? എത്ര ഇൻവെന്ററിക്ക് എത്ര ടേൺ ഓവർ ഉണ്ട്, എത്ര സ്റ്റോക്ക് ചെയ്താൽ എത്ര സാധനം വിൽക്കാൻ സാധിക്കും, അതാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇത് നിങ്ങളുടെ എന്തിനെ സഹായിക്കുന്നു? നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രഷർ മനസ്സിലാക്കാൻ ഈ റേഷ്യോ സഹായിക്കുന്നു. ദെൻ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, കമ്പനിയുടെ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, എത്രമാത്രം വിൽക്കുമ്പോൾ എത്രമാത്രം റിസീവബിൾ ഉണ്ട്, എത്ര ക്രെഡിറ്റ് പോളിസി മനസ്സിലാക്കുന്നതിനും വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രഷർ മനസ്സിലാക്കാനും റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ സഹായിക്കും അല്ലേ. റിസീവബിൾ കൂടുമ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിൽ പ്രഷർ കൂടില്ലേ. റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കൂടുതൽ കടം കൊടുക്കുന്ന കമ്പനിയാണെന്ന് വരാം, ബാഡ് ഡെറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, ബാഡ് ഡെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ, വർക്കിംഗ് ക്യാപിറ്റൽ പ്രഷർ മനസ്സിലാക്കാൻ, ക്രെഡിറ്റ് പോളിസി മനസ്സിലാക്കാനൊക്കെ നമുക്ക് എന്ത് സഹായിക്കുന്നു? റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ അപ്പോൾ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്താണ്? റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ടു ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ. നമുക്ക് എത്രയാണോ ക്രെഡിറ്റ് സെയിൽസ്, ഈ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ നമ്മൾ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ആണ് നോക്കുന്നത്, ടോട്ടൽ സെയിൽസ് അല്ല നോക്കേണ്ടത്. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ഈസ് ടു വാട്ട്? നിങ്ങളുടെ എമൗണ്ട് റിസീവബിൾ, ബിൽ റിസീവബിൾ ആണ് നമ്മൾ നോക്കുന്നത്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ടേൺ ഓവർ റേഷ്യോ. എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ആവറേജ് എത്രമാത്രം പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് എത്രമാത്രം സെയിൽ ഉണ്ടാക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 ലക്ഷം രൂപയുടെ സെയിൽ ആണെങ്കിൽ നമുക്ക് ഓരോ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ലക്ഷം രൂപയുടെ സെയിൽ കിട്ടും. അതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ. അത് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ ഈ ജപ്പാൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ JIT അല്ലേ, ജസ്റ്റ് ഇൻ ടൈം. അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമ്മുടെ ഇന്ത്യയിലൊക്കെ സിസ്റ്റം എങ്ങനെയായിരിക്കും? നമ്മൾ അടുത്ത 6 മാസത്തേക്കുള്ള സാധനം വാങ്ങി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരിക്കും. നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ടു സെയിൽസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഏത് സിസ്റ്റമാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ, ഇൻവെന്ററി മാനേജ്മെന്റിലൊക്കെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ കൂടുതൽ പൈസ ബ്ലോക്ക് ആകാൻ പാടില്ല. അതാണ് ബെസ്റ്റ് പ്ലാൻ. അപ്പോൾ അതെങ്ങനെ എത്തിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, പെട്ടെന്ന് പേയ്മെന്റ് കൊടുക്കുക, പെട്ടെന്ന് പേയ്മെന്റ് കിട്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ക്രെഡിറ്റ് പോളിസി കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. നമ്മൾ ഇന്നലെ പഠിച്ചതൊക്കെ ക്യാഷ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ടേൺ ഓവർ റേഷ്യോ പറഞ്ഞാൽ കുറച്ച് ക്യാപിറ്റൽ എംപ്ലോയിഡ് കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആകുന്നത്. ഇപ്പം നമ്മൾ പറയല്ലേ, ഇപ്പോൾ ഈ റിലയൻസിൻ്റെ ബസാറുകൾ, അവരുടെയൊക്കെ പ്രത്യേകത എന്താ? അവരുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അവരുടെ കയ്യിൽ നിന്നുള്ള ക്യാപിറ്റൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. 4 ടേൺ ഓവർ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ട്രെൻഡ്സ് അല്ലെങ്കിൽ സുഡിയോ എന്നുള്ള കമ്പനികൾ അവരുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറും റിലയൻസിൻ്റെ ട്രെൻഡ്സ് നമ്മൾ വ്യത്യാസം അറിയാം നിങ്ങൾക്ക്. റിലയൻസിൻ്റെ ട്രെൻഡ്സിൽ റിലയൻസിൻ്റെ തുണികളാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഭയങ്കര കൂടുതലാണ് അവിടെ. They have to invest so much of money to make this much of sales. സ്മാർട്ട് ബസാറിലോ 90% പ്രോഡക്റ്റുകളും കടത്തിന് വാങ്ങിയ പ്രോഡക്റ്റുകളാണ്. ആകെ 10% പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ റിലയൻസിന്റെ പ്രോഡക്റ്റ്, ബാക്കിയൊക്കെ എന്താണ്? കടത്തിന് വാങ്ങിയ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? കുറവാണ്. അവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ട. കണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി ഡെഫിനറ്റ്ലി വിൽ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ സ്മാർട്ട് ബസാറിനെ എടുത്തിട്ട് സുഡിയോ ആയിട്ട് കമ്പയർ ചെയ്യരുത്, തെറ്റും. നിങ്ങളുടെ കമ്പാരിസൺ ഒരു വാല്യൂ ഇല്ലാണ്ടായിട്ട് മാറും. കാരണം എന്താണ്? രണ്ടിനും 2 ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ ആണ്. സുഡിയോയിൽ ധാരാളം ക്യാപിറ്റൽ, ടാറ്റ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം പൈസ അല്ലേ. സ്മാർട്ട് ബസാറിലോ മുകേഷ് അംബാനി ഇൻവെസ്റ്റ് ചെയ്യണേ അല്ല, നാട്ടുകാരുടെ പൈസ കടം വാങ്ങി വെച്ച് വിറ്റ് കാശുണ്ടാക്കുകയാണ് ഇവര്. ഇപ്പം രണ്ട് തരം ബിസിനസ് അല്ലേ. അപ്പോൾ 2 തരം അനാലിസിസാണ് വേണ്ടത്. നമ്മൾ ഓരോ കമ്പനി നോക്കുമ്പോഴും ആ കമ്പനിയുടെ ജാതകം മുഴുവനും മനസ്സിലാക്കണം. എന്നാലേ നിങ്ങൾക്ക് അതിനെ ഫണ്ടമെന്റലി അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇന്ത്യക്കാരൻ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു അല്ലേ, ജപ്പാൻകാരൻ ജോലി കഴിയുന്നത് വരെ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു, അമേരിക്കക്കാരൻ സൗകര്യമുള്ള പോലെ പണിയെടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ 3ഉം തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇന്ത്യയിൽ ഒരുത്തൻ 8 മണിക്കൂർ നോർമലി 8 മണിക്കൂർ പണിയെടുക്കുന്നിടത്ത് ഒരാൾ 5 മണിക്കൂർ പണിയെടുക്കുകയാണെങ്കിൽ മോശക്കാരനെന്ന് പറയാം. പക്ഷെ ഞാൻ ഇന്ത്യക്കാരനെ വെച്ചിട്ട് എങ്ങനെ അമേരിക്കക്കാരൻ മോശക്കാരെന്ന് പറയാൻ പറ്റുക? കാരണം അയാൾ എപ്പോൾ പണിയെടുക്കുന്നു എന്നല്ല, അയാൾ എന്ത് റിസൾട്ട് കൊണ്ടുവരുന്നല്ലേ നമ്മൾ നോക്കണ്ടേ. ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, 8 hours വർക്ക്. സോ ഇഫ് യു ആർ നോട്ട് വർക്കിംഗ് ഫോർ 8 hours യു വിൽ ബി പീനലൈസ്ഡ്. ബട്ട് ഇൻ അമേരിക്ക ദർ ഈസ് നോ സിസ്റ്റം ഓഫ് 8 hours. ഓർ ഇൻ ജപ്പാൻ വെൻ യു ഹാവ് ബീൻ അസൈൻഡ് എ വർക്ക്, 4:30 കഴിഞ്ഞാൽ വാച്ച് നോക്കൂല, മോറ് കഴുകിയിട്ട് തലമുടിയൊക്കെ ചീന്തി പാന്റും ഷർട്ട് ശരിക്കും ഇറങ്ങാൻ തയ്യാറാവൂല. അവർ ആ വർക്ക് കഴിഞ്ഞിട്ടേ പോകൂ. അതവിടുത്തെ സിസ്റ്റമാണ്.
അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മൾ ഓരോ മാർക്കറ്റ് പോകുമ്പോൾ ഓരോ മാർക്കറ്റിനും ഓരോ രീതിയാണെന്ന് മനസ്സിലാക്കണം. ആ രീതി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പറയും ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം കഴിക്കണം. അതാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മാർക്കറ്റിലും ഓരോ കമ്പനിയും ഏത് കമ്പനിയാണ് കമ്പയർ ചെയ്യുന്നത് അതുപോലത്തെ കമ്പനികൾ സെലക്ട് ചെയ്യുക. അതുപോലത്തെ കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ? എത്രമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ വേണം ഈ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ? എന്നാലും ചോദിക്കും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണമെങ്കിലോ എവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടാം? സ്റ്റോക്ക് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടാം, ബിൽ റിസീവബിൾ കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടാം, അല്ലേ? അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം ഈ സെയിൽസ് ഉണ്ടാക്കാനെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങളുടെ മാർജിൻ ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ചെയ്യും. അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ മനസ്സിലാക്കണം. ഇത്രയും ടേൺ ഓവർ ഉണ്ടാക്കാൻ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണം? ഇത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? മെല്ലെ മെല്ലെ ഞാൻ സ്ട്രെസ് കൊടുത്തിട്ട് റിസീവബിൾ കുറയ്ക്കുക, ക്രെഡിറ്റ് പോളിസി ഫൈൻ ട്യൂൺ ചെയ്യുക. അതുവഴി വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണന്റ് കുറച്ചിട്ട് നമ്മുടെ സെയിൽസ് കൂട്ടാൻ ശ്രമിക്കുക. അപ്പം എന്തുണ്ടാവും? കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള പൈസ വാങ്ങാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സെയിൽസ് കൂട്ടാൻ പറ്റും, എൻ്റെ പ്രോഫിറ്റ് ബിസിനസ് പ്രോഫിറ്റബിൾ ആകും. ഇതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം. ഈ കമ്പനി അങ്ങനെയാണോ? ഓ അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ്. അടുത്ത എന്താണ്? അസറ്റ് ടേൺ ഓവർ റേഷ്യോ. എത്ര അസറ്റിന് എത്ര ടേൺ ഓവർ? എത്ര അസറ്റ് വേണം ഇത്രമാത്രം വരുമാനം ഉണ്ടാക്കാൻ? ഇതെന്ത് സഹായിക്കുന്നു? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് അസറ്റ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ റേഷ്യോകളിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? ഹൗ എഫക്റ്റീവ്ലി ദ കമ്പനി ഈസ് ഏബിൾ ടു മാനേജ് ദിയർ സോഴ്സസ് ടു ജനറേറ്റ് ദിസ് മച്ച് ഓഫ് സെയിൽസ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്നു. ദെൻ നമുക്ക് എന്താണ് ലിവറേജ് റേഷ്യോ? എന്താ ലിവറേജ് റേഷ്യോ? ഹൗ ഇഫക്റ്റീവ്ലി യു ക്യാൻ മാനേജ് അല്ലെ ലിവറേജ് ക്യാപിറ്റൽ വിത്ത് ഡെറ്റ്. അത്രേ ഉള്ളൂ ലിവറേജ്. നിങ്ങളുടെ ഒരു സോഴ്സിനെ വേറൊരു സോഴ്സുമായിട്ട് എങ്ങനെ ലിവറേജ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. ലിവറേജ് റേഷ്യോയിൽ ഏതൊക്കെയാണ്? ഡെറ്റ് ടു അസറ്റ്. എത്ര ഡെറ്റ് ടു അസറ്റ്, അതായത് ടോട്ടൽ ഡെറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. അതിനർത്ഥം എന്താണ്? എത്ര അസറ്റിന് എത്ര ഡെറ്റ് ഉണ്ട്, കടമുണ്ട് അല്ലെ? നമ്മുടെ എത്ര അസറ്റ് ഉണ്ട്, എത്ര കടമുണ്ട്. എങ്ങനെ ഇത് എന്താണ് ഇമ്പോർട്ടൻസ്? നിങ്ങളുടെ അസറ്റിനെക്കാട്ടിലും കൂടുതൽ കടം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അസറ്റ് എപ്പോഴും നിൽക്കണം, ഡെറ്റിനെക്കാളും കൂടുതൽ നിൽക്കണം. ടോട്ടൽ അസറ്റ് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു ഞാനില്ല. ടോട്ടൽ അസറ്റ് ടു ഡെറ്റ് ആണ് നമ്മൾ കണക്കാക്കണം. സോ ദാറ്റ് വി ക്യാൻ എൻഷുർ ദാറ്റ് ദ കമ്പനി ഈസ് ആൾവേസ് ലിക്വിഡ് അല്ലെങ്കിൽ സോൾവെന്റ് എന്ന് പറയുന്നു, അല്ലേ? ദെൻ അടുത്തത് ഡെറ്റ് ടു ഇക്വിറ്റി. എന്താണ്? കടവും ഇക്വിറ്റിയും. ഏതാ സ്റ്റാൻഡേർഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ? എത്രയാ അഖില? സ്റ്റാൻഡേർഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ സ്റ്റാൻഡേർഡ് ഉറക്കം വരുന്നുണ്ട്. ഒരു പണി തരട്ടെ ഞാൻ? ഒരു പണി തരട്ടെ? ഇതിന് മുകളിൽ കയറി നിൽക്കാൻ പറ്റും? സ്റ്റാൻഡേർഡ് എത്ര? സ്റ്റാൻഡേർഡ് റേഷ്യോ 2:1. ബാങ്കിനാണെങ്കിലോ 6:1. അപ്പൊ എന്താണ്? ഒരു ഡെറ്റിന് 2 ഡെറ്റിന് ഒരു ഇക്വിറ്റി, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പൊ അത്രേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനേക്കാളും കൂടുതൽ ഡെറ്റ് ഉണ്ടെങ്കിലോ റിസ്ക് ആണ്. അതിനേക്കാളും കുറവാണെങ്കിലോ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്പനിയാണ്. കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും ഈ കമ്പനിയുടെ, അല്ലെ? ഡെറ്റ് കോസ്റ്റ് കുറയ്ക്കോ കൂട്ടോ അലക്സേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുന്ന കമ്പോണന്റ് ആണോ ഡെറ്റ്, അതോ കൂട്ടുന്ന കമ്പോണന്റ് ആണോ ഡെറ്റ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഡെറ്റ് കൂടുതൽ എടുക്കും തോറും നിങ്ങളുടെ കോസ്റ്റ് കുറയുമോ കോസ്റ്റ് കൂടുമോ? ഓർ ഇൻ ടേൺ ക്യാപിറ്റൽ ആണോ ഡെറ്റ് ആണോ കോസ്റ്റ്ലി? ഇതാണ് ചോദിക്കണത് ഞാൻ. ക്യാപിറ്റൽ ആണ് കോസ്റ്റ്ലി, അപ്പൊ ഡെറ്റ് കൂടുതൽ എടുക്കും തോറും എന്താണ്ടാവുക? നിങ്ങളുടെ കോസ്റ്റ് കുറയും, അല്ലേ? 2:1 ആകുമ്പോൾ എന്തുണ്ടാകുന്നത്? നിങ്ങൾക്ക് കോസ്റ്റ് കുറഞ്ഞ ക്യാപിറ്റൽ 2 കമ്പോണന്റ് ഉള്ളപ്പോൾ കോസ്റ്റ് കൂടുതലുള്ള ക്യാപിറ്റൽ 1 കമ്പോണന്റ് ഉണ്ടാവും. അതിനേക്കാളും കൂടുതലാകുമ്പോൾ എന്തുണ്ടാവുക? നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കാത്ത റിസ്ക്, അതായത് സോൾവൻസി റിസ്ക് ആണ് 2:1 മുകളിൽ ഉണ്ടാകുന്നത്. എന്നാൽ 2:1 താഴെ ഉണ്ടാകുന്നത് എന്താണ്? നിങ്ങൾ കൂടുതൽ കോസ്റ്റ് ഉള്ള ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്നു, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷ്രിങ്ക് ആവും. ഇതൊന്നും ഈ സിമ്പിൾ ആയിട്ട് കാണേണ്ട കാര്യങ്ങളല്ല. ഒരു കമ്പനിയെ അനലൈസ് ചെയ്യണം നമ്മൾ. വി ഷുഡ് അനലൈസ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ്, എവിടെയാണ് കമ്പനി വിജയിക്കുന്നത്, എവിടെ തോൽക്കുക. ഇതൊക്കെ ഡാറ്റകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് വേണോ? ഇന്നിപ്പോൾ എടുത്ത് 5 മിനിറ്റോടെ നിങ്ങൾക്ക് NSE വെബ്സൈറ്റ് പോയി ഇതൊക്കെ കിട്ടാണ്ട്. കമ്പനി ഇതൊക്കെ ഫ്രീ തരും. ഇതൊന്നും വായിക്കാണ്ട് എവിടുന്നോ വരുന്ന ആദിൽ വന്നിട്ട് പറയാണ്, ആദില് എന്നാ ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി അടിപൊളിയാണ്, ACC അടിപൊളിയാണ്, അംബാനി അടിപൊളിയാണ്, അദാനി അടിപൊളിയാണ്. അവൻ പറയാണ് ചുമ്മാ അവൻ കണ്ണടൊക്കെ വെച്ച് പറഞ്ഞല്ലേ, അപ്പൊ എന്തായാലും കുറച്ച് താടിയൊക്കെ ഉണ്ട്, അപ്പൊ നല്ലോണം ആലോചിച്ച് പറഞ്ഞ ആളായിരിക്കും. കടക്കട്ടെ, അവൻ പറഞ്ഞ എല്ലാ കമ്പനിയിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതല്ലേ സ്പെക്കുലേഷൻ? ഇന്ന് അതല്ലേ ചെയ്യണേ? ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൽ ഒരുത്തം വന്നിട്ട് പറയാണ്, അയാൾ ആരാന്ന് പോലും നമുക്കറിയില്ല. ഈ പറയുന്ന ആളാരെന്ന് അറിയില്ല നമുക്ക്. ഒരു വീഡിയോ വരികയാണ് യൂട്യൂബില്, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് ആണ്, അയാൾ പറഞ്ഞതൊക്കെ സത്യം. ഇത് കേട്ട ഉടനെ ഒരു ഷെയറിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ നോക്കി നിങ്ങളെ,
പിറ്റേ ദിവസം രാവിലെ ഒരു 500 സബ്സ്ക്രൈബറും ഉണ്ടാവും, ഒരു 5000 വ്യൂസും ഉണ്ടാവും. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഈ കമ്പനി എന്റെ അഭിപ്രായത്തിൽ വളരെയധികം ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാകുമ്പോൾ അതിന് വേണ്ട ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയാണിത്, ഈ കമ്പനിയുടെ ഷെയർ ഇപ്പൊ 17 പൈസക്കാണ് ട്രേഡ് ചെയ്യുന്നത്, വാങ്ങുക 10,000 വെച്ചിട്ട്. ഇയാൾക്ക് പറഞ്ഞു പോയാൽ മതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ചിപ്പൊന്നും ഇല്ല എന്നും, അത് അങ്ങനെ ഒരു ചിപ്പ് ഉണ്ടോ എന്നും, ഇത് ഈ കമ്പനികൾക്ക് ആവശ്യമാണോ എന്നും, ഇതുണ്ടാക്കുന്ന വേറെ കമ്പനി ഉണ്ടോ എന്നും, ഈ കമ്പനി ശരിക്കും ഉണ്ടാക്കുന്നുണ്ടോ എന്നും, ഇതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയാലല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ. മുൻസിഫ് വന്നിട്ട് പറഞ്ഞു XYZ എന്ന കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്താലോ, അത് സ്പെക്കുലേഷൻ ആണ്. സോ യു നീഡ് ടു ഡു ദിസ്. ഈ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യണം. ഒരു സാധനത്തിൽ സ്വർണ്ണം ഒരു മൊബൈൽ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുമോ അത്രയെങ്കിലും നിങ്ങളൊരു ഷെയറിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കണം. അതിനാണ് ഈ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തില്ലെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കടം നോക്കണം. ദെൻ ഡെറ്റ് ടു ടോട്ടൽ ക്യാപിറ്റലൈസ്, ടോട്ടൽ ക്യാപിറ്റലിൽ എത്രമാത്രം ഡെറ്റ് ഉണ്ട് നമുക്ക് നോക്കാം. ദെൻ അപ്പൊ എങ്ങനെ കണക്കാക്കുക, ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി പ്ലസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫേർഡ് സ്റ്റോക്ക്. എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റൽ കണക്കാക്കിയാൽ മതി. ടോട്ടൽ ക്യാപിറ്റൽ കണക്കാക്കിയാൽ മതി. മൈനോറിറ്റി ഇൻട്രസ്റ്റ് കൊണ്ട് അടങ്ങിയതാണ് ടോട്ടൽ ക്യാപിറ്റൽ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഒരു കമ്പാരിസൺ ചെയ്ത് ഒരു അമാൽഗമേഷൻ ചെയ്യുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ ടേക്ക് ഓവർ ഉണ്ടാകുന്ന കമ്പനി ആണെങ്കിൽ അവിടെ എന്തുണ്ടാകാം, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാകാം. അപ്പൊ സാധാരണ ഒരു കമ്പനിയിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഒന്നും കണക്കാക്കാൻ പോണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ ക്യാപിറ്റൽ സൈഡ് എടുക്കുക. എന്തൊക്കെയാണ് നോക്കി നോക്കിയേ, ഡെറ്റ് പ്ലസ് ഇക്വിറ്റി പ്ലസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫർ സ്റ്റോക്ക്. എന്താണ് ടോട്ടൽ ക്യാപിറ്റൽ മൈനസ് ക്യാഷ്. അതാണ് നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ. ബാക്കിയുള്ള പൈസ കാശായിട്ടുണ്ട്. അത് ടു എന്താണ് ടോട്ടൽ ഡെറ്റ് മൈനസ് ക്യാഷ്. ടോട്ടൽ ഡെറ്റ് മൈനസ് ക്യാഷ്. ഡെറ്റ് കടം കൊടുക്കാനുള്ള പൈസ, ഇക്വിറ്റി കൊടുക്കാനുള്ള പൈസയാണ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള പൈസയാണ്, പ്രിഫേർഡ് സ്റ്റോക്ക് കൊടുക്കാനുള്ള പൈസയാണ്, മൈനസ് ക്യാഷ് അതിന് കൊടുക്കാനുള്ള കാശ്, ബാക്കി നമ്മുടെ കയ്യിലുള്ള കാശും ഉണ്ട്, അത് കുറയ്ക്കുക. അപ്പൊ ഡെറ്റ് മൈനസ് ക്യാഷ്, ടോട്ടൽ ഡെറ്റ് മൈനസ് ക്യാഷ് ഈസ് ടു എന്തൊക്കെയാ പറഞ്ഞു ഞാൻ, ഡെറ്റ് പ്ലസ് ഇക്വിറ്റി പ്ലസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫേർഡ് സ്റ്റോക്ക് മൈനസ് ക്യാഷ്. അതാണ് നിങ്ങളുടെ എന്ത് ടോട്ടൽ ക്യാപിറ്റലൈസേഷനിലെ ഡെറ്റിന്റെ കമ്പോണന്റ്. ദെൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് റേഷ്യോ. എന്താ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ, ഓപ്പറേറ്റിംഗ് ലിവറേജ് നിങ്ങളുടെ ബിസിനസിന്റെ നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒക്കെ പഠിച്ചു വന്നതാണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്, ഡിഗ്രി ഓഫ് ലിവറേജ് ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ പ്രോഫിറ്റ്. എന്താണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്? മീര പറഞ്ഞേ, വാട്ട് ഈസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്? ഇന്നലെ പഠിച്ചാ, ഇന്നലെ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സംയുക്ത പറഞ്ഞേ, somebody have to contribute something to the question. ചിരിക്കരുത് നീ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്താ? കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. വാട്ട് മീര പറഞ്ഞേ? മീര ഇപ്പൊ CST പാസ്സായപ്പോ MBBS പാസ്സാവില്ലയോ? ഓവർ കോൺഫിഡൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇന്നലെ ക്ലാസ് കണ്ടിട്ടില്ലല്ലോ. എന്ത് കഥ എന്നാലും പറഞ്ഞത് നിങ്ങൾ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട്? എന്ത് കഥ പറഞ്ഞിരുന്നേ? സത്യമല്ലേ? ക്ലാസ് കണ്ടിട്ടില്ലല്ലോ ഇന്നലത്തെ? ഇല്ല. എന്താ ചെയ്തേ? ഈ അഖിലെ സംസാരിക്കാൻ ഉറങ്ങാൻ സമ്മതിക്കാതിരുന്നു. അഖിലോടെ ഇന്ന് ഉറങ്ങുന്നു. നീ ഒരൊറ്റ എടുത്ത് കാരണമാണ് ഉറങ്ങണം അവള് പറഞ്ഞത്. Be careful. Contribution minus fixed cost എന്താ? നെറ്റ് പ്രോഫിറ്റ് അല്ലേ? അപ്പൊ ഡിഗ്രി ഓഫ് ലിവറേജ് കോൺട്രിബ്യൂഷൻ ബൈ പ്രോഫിറ്റ് ആണ്. എന്താ ഡിഗ്രി ഓഫ് ലിവറേജ്? എത്രമാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതിൽ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ട്. സോ കോൺട്രിബ്യൂഷൻ നമ്മൾ തിരിച്ചൊന്നും പിടിച്ച എങ്ങനെ അർഷിതേ? കോൺട്രിബ്യൂഷൻ തിരിച്ചു പിടിച്ച സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ. നൗ ഐ വാണ്ട് ദ ഓപ്പോസിറ്റ് സൈഡ്. കോൺട്രിബ്യൂഷൻ ഇസ് ടു വാട്ട്? എന്തൊക്കെ കമ്പോണന്റാ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് പ്രോഫിറ്റ്. സോ പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്? കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ് എന്താണ്? സെയിൽസ് ആണ്. ഈ നാലെണ്ണം അറിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അടുത്ത ചാപ്റ്റർ അതാണ്, അതുകൊണ്ടാണ് ഇപ്പൊ പറയണത്. അടുത്ത ചാപ്റ്റർ വീണ്ടും അതാ പഠിക്കണേ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. Then where profit can be calculated using the following formula. Profit എങ്ങനെയാണ് പിടിക്കുക? Profit is equal to sales minus variable cost minus financial leverage ratio. എന്താ financial leverage? Degree of financial leverage എങ്ങനെ കണ്ടുപിടിക്കുക? EBIT divided by
EBT നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏണിംഗ് ബിഫോർ. എന്താ ലിവറേജ് എന്ന് പറഞ്ഞാൽ? ഇൻട്രസ്റ്റിന്റെ പോർഷൻ നമ്മൾ കണക്കാക്കണ്ടേ? ആ ഇൻട്രസ്റ്റ് എത്ര? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ടു ഏണിംഗ് ബിഫോർ ടാക്സ് ആണ് ഡിഗ്രി ഓഫ് ലിവറേജ്. എത്രമാത്രം ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, വിൽ സ്റ്റോപ്പ് ഹിയർ ഫോർ 5 minutes to start with profitability ratio.